പ്രൈസ് ദി ലോർഡ്. നമ്മൾ നേരത്തെ പറഞ്ഞതിന്റെ ഒരു തുടർച്ചയുടെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ ഈ ദേഹിയുടെ വീണ്ടെടുപ്പിനുള്ള ബന്ധത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഈ പരാജയങ്ങൾ വരുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന ഒരു വലിയ ഒരു പാതകമായിട്ടാണ് ചിന്തിക്കുന്നത്. ദൈവം നമ്മൾ ഈ പ്രവർത്തിക്കുമ്പം ചെയ്യുന്ന ഒരു പ്രവൃത്തിയെക്കുറിച്ച് ദൈവത്തിനും യോഹന്നാന്റെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നു. 1 യോഹന്നാൻ അതിന്റെ 7-ാമത്തെ വാക്യം. 1 യോഹന്നാൻ 1:7 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: അവനോട് കൂട്ടായ്മയുണ്ടെന്ന് പറയുകയും ഇരുട്ടിൽ നടക്കുകയും ചെയ്താൽ നാം ഭോഷ്ക് പറയുന്നു, സത്യം പ്രവർത്തിക്കുന്നതുമില്ല. അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്ന പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അവന്റെ പുത്രനായ യേശുവിൻ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അപ്പം നമുക്ക് പാപമില്ല എന്ന് പറയുന്നെങ്കിൽ നമ്മൾ ഫോഷ്ക പറയുന്നത് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? നമ്മളിൽ പാപം ഉണ്ട്. നമ്മൾ പാപം ഉണ്ടെന്ന് പറയുമ്പോൾ അത് എവിടാ ഉള്ളത്? നമ്മുടെ ജഡത്തിലാ. ഇപ്പം ഒരു 6-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞിനെ കുറിച്ച് ചിന്തിച്ച് നോക്കുക. അപ്പം 10-ാം ക്ലാസ്സിലെ ചില കണക്കുകൾ ആ കൊച്ചിനോട് ചോദിച്ചാൽ അവനത് അറിയത്തില്ല. അവനത് അറിയാതിരിക്കുന്ന ഒരു പാതകമല്ല. അവനത് പ്രതീക്ഷിക്കുന്നുമില്ല. എന്തേ പ്രതീക്ഷിക്കുന്നുള്ളൂ? 6ലെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞെന്നേ പ്രതീക്ഷിക്കുന്നുള്ളൂ. എന്ന് പറഞ്ഞതിൽ ഇവിടെ നമ്മൾ വായിക്കുന്ന അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് കൂട്ടായ്മയുണ്ട്. ഈ വെളിച്ചം എന്ന് പറഞ്ഞാൽ എന്താ? അല്ലെ, നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും പലപ്പോഴും ഒരു വ്യക്തതയില്ല. അല്ലെ, നമുക്ക് നമ്മുടേതായ ധാരണകളാണ് ഉള്ളത്. എഫീസ്യ ലേഖനം 5-ാം അധ്യായത്തിലെ അതിനെക്കുറിച്ച് പറയുമ്പം നമ്മൾ അതിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ 12 തൊട്ട് വായിക്കാം. എഫീസ്യ ലേഖനം 5:12 മുതൽ: അവർ ഗൂഢമായി ചെന്ന് പറവാൻ പോലെ ലജ്ജയാകുന്നു. അവയെ ശാസിക്കുമ്പോഴോ സകലത്തെയും കുറിച്ച് വെളിച്ചത്താൽ ബോധം വരും. ബോധം വരുന്നതെല്ലാം വെളിച്ചം പോലെ തെളിവല്ലോ. ഇപ്പൊ സാഗ്രതർ നല്ലൊരു ഉദാഹരണം അതിനെക്കുറിച്ച് പറയാറുണ്ട്. ഒരു പാത്രത്തിൽ ഒരു ഐസിന്റെ വലിയൊരു കട്ട നമ്മൾ ഇട്ടെന്ന് വിചാരിക്കുക. അപ്പോൾ വെള്ളത്തിന് മുകളിൽ കുറഞ്ഞ ഭാഗമേ കാണത്തുള്ളൂ. ആ ഭാഗം നമ്മൾ തല്ലി പൊട്ടിച്ച് കളഞ്ഞു. വീണ്ടും എന്ത് സംഭവിക്കും? കുറച്ച് ഭാഗം വീണ്ടും കാണാം. അത് വീണ്ടും നമ്മൾ പൊട്ടിക്കുന്നു. വീണ്ടും എന്ത് സംഭവിക്കും? കുറച്ച് ഭാഗം വെള്ളത്തിന് മുകളിൽ വരും. എന്ന് പറഞ്ഞ പോലെ നമ്മൾ വെളിച്ചത്തിൽ നടക്കാന്ന് പറയുന്നു. നമുക്ക് എല്ലാത്തിനെ കുറിച്ചും വെളിച്ചമില്ല. ഇവിടെ പറഞ്ഞിരിക്കുന്ന എന്താ വെളിച്ചം? ബോധം വരുന്നത് എല്ലാം തെളിവല്ലോ. അപ്പം പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകമായിട്ട് നമുക്ക് ബോധം വരുത്തുന്ന ചില തലങ്ങളുണ്ടാവും എല്ലായ്പ്പോഴും. ഒരു കുടുംബജീവിതത്തിലാണെങ്കിലും ഭർത്താവിന് മിക്കവാറും ബോധം വരുന്ന തലം ഏതാ? ഭാര്യമാരെ സ്നേഹിപ്പിൻ, അവരോട് കയ്പായിരിക്കരുത്. അപ്പൊ ആ തലത്തിലാണ് ദൈവം ബോധം കൊടുക്കുന്നത്. അപ്പൊ ആ വെളിച്ചത്തിൽ നമ്മൾ നടക്കുകയാണെങ്കിലോ എന്ന് പറഞ്ഞാൽ അതിന്റെ അനുസരണത്തിൽ നടക്കുക. ബോധം വന്ന തലത്തിൽ നമ്മുടെ അനുസരണത്തിൽ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. ഒരു തീരുമാനം എടുക്കുക: ഇനിയും തൊട്ട് ഞാൻ എൻ്റെ ഭാര്യയോട് കയ്പായിരിക്കത്തില്ല, എൻ്റെ ഭാര്യയെ സ്നേഹിക്കും. പിന്നെ പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തീകരിക്കുന്ന ഈ ഒരു പ്രക്രിയ ചെയ്യാനായിട്ടാ. അപ്പം സ്നേഹിക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? പലപ്പോഴും നമ്മൾ സ്നേഹം എന്ന് പറയുന്ന ഉടനെ വൈകാരികമായ ഒരു അനുഭവത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. ദൈവജനം സ്നേഹം എന്ന് പറയുമ്പം 1 Corinthians 13 എന്താ പറഞ്ഞിരിക്കുന്നത്? സ്നേഹത്തിന്റെ ലക്ഷണങ്ങളുണ്ട്. സ്നേഹം ദീർഘമായി. അപ്പം ഞാൻ എന്താ എൻ്റെ ഭാര്യയോട് ചെയ്യേണ്ടേ? ദീർഘമായി ക്ഷമിക്കണം. അപ്പൊ ക്ഷമിക്കണമെന്നുണ്ടെങ്കിൽ ഭാര്യ എന്ത് ചെയ്യണം? എന്തേലും തെറ്റ് ചെയ്യണം. അല്ലെ, ഒരു തെറ്റും ചെയ്യാത്തവരോട് നമുക്ക് ക്ഷമിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. പലപ്പോഴും നമ്മൾ ഭാര്യമാരിൽ നിന്നും മക്കളിൽ നിന്നും മാതാപിതാക്കളിൽ നിന്നും എല്ലാം നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു നിശ്ചിത നിലവാരം പ്രതീക്ഷിക്കുക അവരിൽ നിന്ന്. അത് കാണാണ്ട് വരുമ്പോഴാണ് നമ്മൾ കോപിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ദൈവം അത് അനുവദിക്കുന്നത്? കനാനിലെ ജാതികളെ ഒന്നാകെ ദൈവം നശിപ്പിക്കാതിരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഒന്നാകെ ഒന്നിച്ച് നീക്കിക്കളഞ്ഞാൽ കാട്ടുമൃഗങ്ങൾ പെരുകി നിങ്ങൾക്ക് ആപത്തായി തീരും. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യല? ഒന്നാകെ നശിപ്പിക്കത്തില്ല. പിന്നെ എങ്ങനെയാ നശിപ്പിക്കുന്നത്? കുറേശ്ശെ. അപ്പം ദൈവം നമ്മുടെ ഉള്ളിൽ പ്രവൃത്തി ചെയ്യുമ്പം ചില കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ബോധം തരും, വെളിച്ചം തരും. പാപത്തെക്കുറിച്ച് നമ്മൾ അതിനെക്കുറിച്ച് അനുദപിക്കുന്നു, മാനസാന്തരപ്പെടുന്നു, ഒരു പോരാട്ടത്തിനായി നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നു. ഞാനിപ്പം പറഞ്ഞതുപോലെ ഇപ്പം ഭാര്യമാരോടുള്ള ബന്ധത്തിലാണെങ്കിൽ അവർ കൊടുത്തിരിക്കുന്ന കൽപ്പന ഭർത്താക്കന്മാരെ അനുസരിക്കാനും കീഴടങ്ങാനും ബഹുമാനിക്കാനുമാണ്. അത് വലിയൊരു തലം തന്നെയാണ്. നമ്മൾ
ഈ ഉള്ളി പൊളിക്കുന്ന പോലെ സാഗ്രഹർ പറയാറുണ്ടല്ലോ, ഓരോ അല്ലി പൊളിക്കുമ്പോഴും അതിൻ്റെ അടി വേറെ അല്ലി പ്രത്യക്ഷപ്പെട്ട് വരുന്ന പോലെയാണ്. ഒരു നീണ്ട പ്രോസസ്സായത്, പ്രക്രിയയായത്. അപ്പം ഭാര്യയോടുള്ള ബന്ധത്തിൽ ഭാര്യ തെറ്റ് ചെയ്യുമ്പോൾ എന്നോട് പറയുന്നു അവരെ സ്നേഹിക്കാൻ പറഞ്ഞതിൻ്റെ അർത്ഥം അവരോട് ക്ഷമിക്കാനാ. ഒന്നാമത് ദൈവം എൻ്റെ ഉള്ളിൽ ചെയ്യുന്ന എൻ്റെ മനസ്സിൻ്റെ പുതുക്കം തരും. ആ തലത്തിൽ എൻ്റെ കാഴ്ചപ്പാടിൽ വ്യത്യാസം തരും, എൻ്റെ ചിന്താഗതിയിൽ വ്യത്യാസം തരും. ഇപ്പം നമുക്കറിയാം ആത്മാവിൻ്റെ ഫലത്തെക്കുറിച്ച് പറയുമ്പോൾ സ്നേഹം, സന്തോഷം, സമാധാനം, ദയ, ദീർഘക്ഷമ, ഈ ഫലങ്ങളെല്ലാം ഒറ്റയടിക്ക് നമുക്ക് ലഭിക്കുന്നതല്ല, പടിപടിയായിട്ട് ലഭിക്കുന്ന. ഇപ്പം ദീർഘക്ഷമ എങ്ങനെയാണ് കിട്ടുന്നത്? നമ്മൾ ചിലക്കുറി അയാൾ ഭയങ്കര ദീർഘക്ഷമയുള്ളവനാണ്, എന്താ അതിൻ്റെ അർത്ഥം എന്താ? എന്ത് പ്രകോപനം ഉണ്ടാക്കിയാലും തിരിച്ചടിക്കുകയോ കോപിക്കുകയോ ഒന്നും ചെയ്യത്തില്ല. അതെങ്ങനെയാണ് ലഭിക്കുന്നത്? ദീർഘക്ഷമ ലഭിക്കുന്നത് ക്ഷമിച്ചാണ് ദീർഘക്ഷമയിലേക്ക് വരുന്നത്. റോമാലേഖനം 5 കഷ്ടത സഹിഷ്ണുതയും സഹിഷ്ണുസിദ്ധതയും സിദ്ധത പ്രത്യാശകളുമാക്കുന്നു അറിഞ്ഞ് ഞങ്ങൾ കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. അപ്പം ശരിക്കും ഈ പ്രത്യാശ എവിടുന്നാ വരുന്നേ? കഷ്ടത, സഹിഷ്ണുത, സിദ്ധത, പ്രത്യാശ. അത് ആ റൂട്ടിലേ കിട്ടത്തുള്ളൂ. അല്ലാണ്ട് നമുക്ക് വൈകാരികമായിട്ട് ലഭിക്കുന്ന ചില പ്രത്യാശകളൊക്കെ ഉണ്ട്. ഒരു മീറ്റിങ്ങിലൊക്കെ വചനമൊക്കെ ഇട്ട് ഭയങ്കര സന്തോഷ ഉണർവും പ്രത്യാശയൊക്കെ ആയി ഒരു തീരുമാനമെടുത്ത് വീട്ടിൽ ചെന്ന് ആദ്യത്തെ സംസാരത്തിൽ തന്നെ പ്രശ്നം ഉണ്ടാക്കും. ഉള്ള പ്രത്യാശ അങ്ങ് പോകും, നിരാശ വരും. പക്ഷേ പ്രത്യാശയിലേക്കുള്ള വഴി പറഞ്ഞിരിക്കുന്നത് കഷ്ടത, സഹിഷ്ണുത, സിദ്ധത, പ്രത്യാശ. അപ്പം കഷ്ടം സഹിക്കുമ്പോൾ എന്താ കിട്ടുന്നത്? സഹിഷ്ണുതയിലേക്ക് നമ്മൾ നയിക്കും. അപ്പൊ സഹിഷ്ണുത ലഭിക്കണേ കഷ്ടം സഹിച്ചേ മതിയാവും. നമ്മുടെ വിളി എന്തിനു വേണ്ടിയിട്ടാ? അപ്പോസ്തലൻ പൗലോസ് പറയുന്നു കഷ്ടം സഹിപ്പാൻ നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു. പക്ഷെ നമ്മുടെ പഴയ ചിന്താഗതിയിലോ കഷ്ടമൊക്കെ എന്തിന്റെ ലക്ഷണമാണ്? ദൈവകോപത്തിന്റെ ലക്ഷണമാണ്, അല്ലേ? ഒരു കഷ്ടതയില്ല, സാമ്പത്തിക പ്രയാസങ്ങളൊന്നുമില്ല, അങ്ങനെ പോകുന്നതാണ് നന്മ എന്നാണ് നമ്മൾ ഒരു കാലത്ത് ചിന്തിച്ചിരുന്നത്. പക്ഷെ ദൈവവഴിയിലേക്ക് വരുമ്പം, കാരണം നമ്മുടെ കർത്താവിനെ കുറിച്ച് എന്താ പറഞ്ഞിരിക്കുന്നത്? അവർ രക്ഷാനായനെ ഇബ്രാഹിം കഷ്ടാനുഭവങ്ങളാൽ പൂർണ്ണനാക്കുന്ന, തികഞ്ഞവനാക്കുന്ന. അപ്പം കഷ്ടാനുഭവങ്ങളിലൂടെ തികഞ്ഞവനാക്കുന്ന യുക്തം ആയിരുന്നു. അപ്പം നമ്മൾ ഈ തലത്തിൽ നമ്മുടെ ദൈവനപ്രകാരം പുതുക്കം വരുന്നിടത്താണ് ഈ കഷ്ടങ്ങളെ നമ്മൾ നല്ല രീതിയിൽ സമീപിക്കുന്നത്. നമ്മുടെ മനോഭാവത്തിൽ മാറ്റം. മറ്റേ നമുക്ക് കഷ്ടം നമ്മുടെ ശത്രുവായിരുന്നു, അല്ലെ? ഞെരുക്കങ്ങള്, പ്രയാസങ്ങളെയൊക്കെ നമ്മൾ ശത്രുവായിട്ടാണ് കണ്ടിരുന്നത്. പക്ഷെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മനസ്സിനെ പുതുക്കുമ്പോൾ കഷ്ടങ്ങളെ നമ്മൾ എങ്ങനെയാ കാണുന്നത്? ഈ പ്രത്യാശയിലേക്കുള്ളൊരു ചവിട്ടുപടിയായിട്ടാണ്. അതുകൊണ്ട് അപ്പോസ്തലൻ പറഞ്ഞു, അതുകൊണ്ട് ഞങ്ങൾ കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു, പ്രത്യാശയ്ക്കോ പങ്കം വരുന്നില്ല. പക്ഷെ നമ്മൾ കഷ്ടങ്ങൾ പ്രശംസിക്കാറുണ്ടോ? പക്ഷെ നമ്മൾ എപ്പോഴും കഷ്ടതയെ ഒഴിവാക്കാനാണ് ശ്രമിക്കുന്നത്. പക്ഷേ നമ്മുടെ ഈ ആത്മീയ വഴിയിൽ ഈ കഷ്ടങ്ങളുടെ വഴിയിലൂടെയാണ് നമ്മൾ ആത്യന്തികമായിട്ട് പ്രത്യാശയുടെ തലത്തിലേക്ക് വരുന്നത്. ഇവിടെ എഫെസ്യർ വളരെ വ്യക്തമായ കാര്യം, ബോധം വരുന്നത് വെളിച്ചം പോലെ തെളിവല്ലോ. അപ്പൊ എപ്പോഴാണ് ബോധം വരുന്നതിന് തൊട്ട് മോളിൽ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ 9 വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്, മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴാ കർത്താവിൽ വെളിച്ചമാകുന്നു. സകല സൽഗുണവും നീതിയും സത്യവുമല്ലോ വെളിച്ചത്തിന്റെ ഫലം. ഇരുട്ടിന്റെ നിഷ്ഫല പ്രവൃത്തികളിൽ കൂട്ടാളികളാകരുത്, അവയെ ശാസിക്കുക അത്ര വേണ്ടത്. ഇപ്പൊ ഇരുട്ടിന്റെ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ എന്താ? പാപത്തിന്റെ പ്രവൃത്തികളാണ്. മത്സരം, ശാഠ്യം, കയ്പ്, വെറുപ്പ്, നമ്മളെ തന്നെ ഉയർത്തുന്ന മനോഭാവം, മറ്റുള്ളവരെ വിധിക്കുന്ന മനോഭാവം. നമ്മളോട് പറഞ്ഞിരിക്കുന്ന മറ്റുള്ളവരെ നമ്മളെക്കാൾ ശ്രേഷ്ഠരെന്ന് എണ്ണാനാണ്. നമ്മളെന്താ ചെയ്യുന്നത്? നമ്മളെ മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠമായിട്ട് നമ്മൾ നമ്മളെ തന്നെ എണ്ണുന്ന ഒരു മനോഭാവം നമ്മളിലുള്ളത്. ഇവിടെ എല്ലാം ഒരു ആന്തരിക പോരാട്ടമുണ്ട്. ഇപ്പം കർത്താവ് ഒരിക്കലും ഇങ്ങനെ പറഞ്ഞു, ഒരു ശിശുവിനെ പോലെ തന്നെത്താൻ താഴ്ത്തുന്നവൻ. അപ്പൊ നമ്മുടെ പോരാട്ടം ഈ താഴ്മയുടെ വഴി നടക്കാനായിട്ടാണ്. സാഗ്ബ്രർ പലപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ദൈവഭക്തിയുടെ 3 രഹസ്യങ്ങൾ: താഴ്മ, താഴ്മ, താഴ്മ. അതിനെതിരായിട്ടുള്ളത് നിഗളം, നിഗളം, നിഗളം. നമ്മുടെ എല്ലാം പ്രത്യേകത എന്താ? നമ്മൾ സത്യസന്ധമാണ് ഭയങ്കര നിഗളികളാണ്. പക്ഷെ നമ്മൾ അംഗീകരിക്കില്ലെന്നേ ഉള്ളൂ. നമ്മൾ നമ്മളെക്കുറിച്ച് തന്നെ ചിന്തിക്കുന്നത് ഞാൻ ഭയങ്കര താഴ്മയുള്ള ആളാണെന്നാണ്. താഴ്മയുടെ ലക്ഷണം എന്താ? ഒന്നാമത്തെ ലക്ഷണം അനുസരണമാണ്. ഒന്നാമത്തെ ലക്ഷണം അനുസരണമാണ്. അപ്പൊ നമുക്ക് അനുസരണം ഉണ്ട്, ശരിയാണ്. ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാരെ കീഴ്പ്പെട്ടിരിക്കാൻ പറയുന്നു. അത് ചെയ്യുന്ന ഒരു സഹോദരിക്ക് എന്തുണ്ട്? താഴ്മയുണ്ട്. താഴ്മ ഉണ്ടെങ്കിലേ ചെയ്യല്ലേ, കൃപയുണ്ടെങ്കിലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പം ദൈവം നമുക്ക് ബോധ്യം തരുന്ന തലങ്ങളുണ്ട്.
നമ്മൾ എബ്രാഹിം വായിച്ചു 3-ാം അധ്യായത്തിൽ പാപത്തിന് ചതിയാൽ കഠിനപ്പെടാതിരിക്കണം എന്ന് പറ അന്യോന്യം പ്രബോധിപ്പിക്കും. അപ്പം നമ്മൾ ഓരോ മീറ്റിങ്ങുകളും വന്നിരിക്കുമ്പം അവിടെ പറഞ്ഞിരിക്കുന്നൊരു കാര്യം, ഇപ്പം നമ്മുടെ ഉള്ളിൽ ഒരു പ്രശ്നം ഞാൻ ശ്രദ്ധിച്ചത്, നമ്മുടെ മറ്റ് പെന്തക്കോസ്ത് സഭകളിലൊക്കെ ഉള്ള പോലെ പാസ്റ്റർമാർക്ക് മാത്രമാണ് ഈ പ്രസംഗവും പ്രബോധനവും ഒക്കെ നമ്മൾ നീക്കി വെക്കുന്നത്. നമ്മളിവിടെ പറഞ്ഞിരിക്കുക അങ്ങനല്ല, പിന്നെ എങ്ങനെ ചെയ്യാനാ? അങ്ങോട്ടും ഇങ്ങോട്ടും അന്യോന്യം പ്രബോധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചാൽ നമ്മളൊരു ശരീരമായിട്ടാണ് പണിയുന്നത്. എല്ലാ അവയവങ്ങളും ആവശ്യമുള്ളതാണ്. പക്ഷെ പലപ്പോഴും നമ്മൾ എന്ത് ചിന്തിക്കും, ഈ സൗരന്മാരിക്കുന്നത് ഞാനെന്നാ പറയാൻ? അങ്ങനല്ല ദൈവം നമ്മളെ പണിയുന്നത്. കാരണം എല്ലാ അവയവത്തിനും ഇപ്പം മാനം കുറഞ്ഞവയ്ക്ക് ദൈവം എന്താ ചെയ്യുന്നത്? അധികം മാനം കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം സാജി ബ്രദർ നമ്മുടെ ഗ്രൂപ്പിൽ ഒരു ഇട്ടായിരുന്നല്ലോ, നമ്മുടെ തൃശ്ശൂർ സഭയിലെ സണ്ണി ബ്രദറിന്റെ ഒരു മെസ്സേജ് എല്ലാവരും ഇത് കേൾക്കണമെന്ന് സാഗ് ബ്രദർ പറഞ്ഞു. എന്താ അതിന്റെ കാരണം? ദൈവം അങ്ങനെ നമ്മളെ പണിയുന്നത്. നമ്മളിങ്ങനെ അപ്രധാനമെന്ന് തോന്നുന്നവരുടെ ഉള്ളിലൂടെ ദൈവം ഒരു പ്രവൃത്തി ചെയ്യുന്നുണ്ട്. ആ പ്രവൃത്തി വെളിപ്പെട്ട് വരുമ്പോഴാണ് നമ്മൾ മറ്റുള്ളവരെ ആദരിക്കാനും ബഹുമാനിക്കാനും തുടങ്ങുന്നത്. ദൈവം അങ്ങനെ ഒരു സഭയായിട്ട് ശരീരമായിട്ട് നമ്മളെ പണിയുന്നു. ഈ ശരീരത്തിലുള്ള എല്ലാവർക്കും എല്ലാം പ്രാധാന്യമുള്ളവരാ. പക്ഷെ നമ്മൾ പലപ്പോഴും ചിന്തിക്കും എനിക്ക് തീരെ പ്രാധാന്യമൊന്നും ഇല്ല. അങ്ങനല്ല ദൈവം ഇതിനെ കാണുന്നത്. അപ്പം നമുക്ക് ഈ പ്രാധാന്യം ലഭിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ 1 തീമോഥെയോസിൽ 6 പറയുന്നുണ്ടല്ലോ. നമുക്ക് ആ ഭാഗം ഒന്ന് നോക്കാം. 1 തീമോഥെയോസിലെ ഇങ്ങനെ അപ്പോസ്തലൻ അവിടെ എഴുതിയിരിക്കുന്ന അതിൻ്റെ 9 വാക്യങ്ങളിൽ, ധനികന്മാരാകാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും കെണിയിലും കുടുങ്ങിയും മനുഷ്യർ സംഹാരനാശങ്ങളിൽ മുങ്ങിപ്പോയിട വരുന്ന മൗഢ്യവും ദോഷകരമായ പല മോഹം ഇരയായി തീരുകയും ചെയ്യുന്നു. ദ്രവ്യാഗ്രഹ സകലവിധ ദോഷത്തിന് മൂലമല്ലോ ഇത് ചിലർ കാംക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടുവിടുന്നത് ബഹുത്വങ്ങൾക്ക് അതിനായി തീർന്നു. നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളവേ, അത് വിട്ടോടി നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവയെ പിന്തുടരുക. ഇവിടെ നമ്മൾ ചിലത് വിട്ടിട്ട് ചിലതിൻ്റെ പിന്നാലെ ഓടാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ അവിടെ തിമോഥെയോസിനെ വിളിക്കുന്നത്, നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളവേ, ദ്രവ്യാഗ്രഹം വിട്ടോടിയിട്ട് നീതിയെ പിന്തുടരണം. നീതി എന്ന് പറഞ്ഞാൽ എന്താ? നീതി എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പലപ്പോഴും നമ്മൾ ഇതിൻ്റെ ആഴങ്ങളിലോട്ട് പോകാത്തതുകൊണ്ട് നമുക്കൊരു ബോധ്യം വരുന്നില്ല. നീതി നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന ഒരു പദപ്രയോഗമാണ്. 119 സങ്കീർത്തനത്തില് അവിടെ സങ്കീർത്തനക്കാരൻ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. 119 സങ്കീർത്തനത്തിൻ്റെ 172 വാക്യം, നിന്റെ കൽപ്പനകളൊക്കെയും നീതിയായിരിക്കാൻ എൻ്റെ നാവ് നിന്റെ വാഗ്ദാനത്തെക്കുറിച്ച് പാടട്ടെ. അപ്പൊ നീതിയെ പിന്തുടരാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? നമ്മള് സാഗ്ഡോന്റെ ഒരു സ്റ്റഡി ഉണ്ടല്ലോ, യേശു പഠിപ്പിച്ചതല്ല. ഈ എല്ലാ കൽപ്പനകളും നീതിയാണ്. അപ്പൊ നമ്മൾ നീതിയെ പിന്തുടരാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? മത്തായി 28:20, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചത് ഒക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട്. അല്ലെ, നമ്മൾ പ്രമാണിക്കുക, മറ്റുള്ളവരെ. അപ്പൊ നമ്മൾ അധികം നീതിമാന്മാരായി തീരുന്ന ഈ കൽപ്പനകൾ പ്രമാണിക്കുന്ന അളവില. ദൈവത്തിന്റെ കൽപ്പനകളെല്ലാം നീതിയുള്ളതാ. മത്തായി 5 കർത്താവ് ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, നീതിക്കായി വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? 6-ാമത്തെ വാക്യം മത്തായി 5:6, നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും എന്ന് പറഞ്ഞാൽ എല്ലാ കൽപ്പനയും അനുസരിക്കാനുള്ള ഒരു ദാഹം. നമുക്ക് അങ്ങനത്തെ ഒരു ദാഹമുണ്ടോ? എല്ലാ കൽപ്പനയും അനുസരിക്കാന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ ഏതൊക്കെ കൽപ്പന അനുസരിച്ചെന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയുക? ഞാൻ സാറിന് പെന്തക്കോസ്ത് വിശ്വാസികളെ ശ്രദ്ധിക്കാറുണ്ട്. അവരൊരാളെ കാണുന്ന ഉടനെ കർത്താവിൻ്റെ കൽപ്പന ആചരിച്ചോ എന്നാണ് ചോദിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അവരുദ്ദേശിക്കുന്നത് ഏതാ? സ്നാനപ്പെട്ടോ, കർത്തൃമേശ ആചരിക്കുന്നുണ്ടോ? ഈ 2 കാര്യങ്ങളാണ് അവർ കർത്താവിൻ്റെ കൽപ്പനയായിട്ട് എടുത്തിരിക്കുന്നത്. പക്ഷേ കർത്താവിൻ്റെ കൽപ്പനകളത് മാത്രമേ ഉള്ളൂ. 1-ാമത്തെ കൽപ്പനയാ മാനസാന്തരപ്പെടുക, 2-ാമത്തെ കൽപ്പനയാ സ്നാനപ്പെടുക എന്നുള്ളത്. അതിനുശേഷമോ സകല മനുഷ്യരെയും ഇതെല്ലാം ആചരിക്കാൻ തക്കവണ്ണം ഉപദേശം കൊണ്ട് ശിഷ്യരാക്കിക്കൊള്ളുകയും. അപ്പം നമ്മൾ പലപ്പോഴും നമ്മുടെ ചിന്തകളിൽ വളരെ ഇടുക്കമുള്ളവരായതുകൊണ്ട് പല കാര്യങ്ങളും ദൈവത്തിന് നമ്മളെ കാണിച്ചു തരാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ്, ദാഹിക്കുന്നവൻ വരട്ടെ, ഇച്ഛിക്കുന്ന ജീവജലം സൗജന്യമായി കുടിക്കട്ടെ. നമുക്ക് എത്ര ദാഹമുണ്ട് ഈ ഒരു കാര്യത്തിന് വേണ്ടി. കർത്താവ് എന്നോട് ഒരിക്കൽ എന്നെ ചലഞ്ച് ചെയ്തൊരു കാര്യം, സാഗ്രോർ പറഞ്ഞൊരു കാര്യമാണ്, ഒരു മനുഷ്യനെന്നുള്ള നിലയിൽ എനിക്ക് തന്നിരിക്കുന്ന ആയുസ്സിൽ
എനിക്ക് കർത്താവ് പറഞ്ഞതെല്ലാം അനുസരിക്കണം, അതാ എൻ്റെ ആഗ്രഹം എന്ന് സാഗ്ദർ പറഞ്ഞു. എന്നെ വെല്ലുവിളിച്ചു. എനിക്കതിൽ അങ്ങനെ ആഗ്രഹം ഇല്ലായിരുന്നു, ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. അത് കേട്ടപ്പോൾ അത് എന്നെ ഉണർത്തി. ഞാനും പറഞ്ഞു, കർത്താവേ, എനിക്കും നീ പറഞ്ഞതെല്ലാം അനുസരിക്കണം. അപ്പോൾ ഓരോ കാര്യം അനുസരിക്കണേ എന്ത് ചെയ്യണം? അത് ആദ്യം അറിയണം. ഇല്ല, അറിയാതെ അനുസരിക്കാൻ പറ്റുമോ? മത്തായി സുവിശേഷത്തിൽ കർത്താവ് ഒരിക്കലും ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായികയാൽ തെറ്റിപ്പോകുന്നു. അതിനകത്ത് ഈ അറിവെന്ന് പറയുന്നത് ഒന്ന് നമുക്ക് മനസ്സിലാക്കലുണ്ട്. അറിവും മനസ്സിലാക്കലും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. ഇപ്പം നമ്മുടെ എല്ലാം ചർച്ചകളിലെ ഈ നമ്മുടെ ഈ ഉപദേശങ്ങളെ കുറിച്ച്, ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ മനസ്സിലാകാത്തൊരു ചുരുക്കം. എല്ലാവർക്കും അറിയാം ഈ കാര്യങ്ങൾ, പക്ഷെ അത് അറിഞ്ഞിട്ടില്ല. നിത്യജീവൻ എന്ന് പറഞ്ഞാൽ യോഹന്നാൻ 17:3 കർത്താവ് പറഞ്ഞിരിക്കുന്നത് എന്താ? ഏകസത്യമായി നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നതാണ് നിത്യജീവൻ. ആ അറിവെന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പം പിതാവിനെ നമുക്കറിയാവോ? പിതാവിനെയും പുത്രനെ അറിയുന്നതാണ് നിത്യജീവൻ എന്നവിടെ യേശു പറഞ്ഞു. പിതാവിനെ അറിയണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ആരാ പിതാവിനെ അറിയുന്നത്? മത്തായി 11 കർത്താവ് പറഞ്ഞിട്ടുണ്ട് ഇതിനെക്കുറിച്ച്. മത്തായി 11-27 എൻ്റെ പിതാവ് സകലവും എങ്കിൽ ഫലമേൽപ്പിച്ചിരിക്കുന്നു, പിതാവല്ലാതെ ആരും പുത്രനെ അറിയുന്നില്ല. അടുത്തതെന്താ? പുത്രൻ വെളിപ്പെടുത്തി കൊടുക്കുന്നവനും അല്ലാതെ, ഇച്ഛിക്കുന്നവനും അല്ലാതെ ആരും പിതാവിനെ അറിയുന്നില്ല. അപ്പൊ പിതാവിനെ അറിയണേൽ എന്ത് വേണം? ഒരു വെളിപ്പാട് കിട്ടണം. പുത്രൻ നമുക്ക് പിതാവിനെ വെളിപ്പെടുത്തി തരണം. ഫിലിപ്പിയ ലേഖനത്തില് അപ്പോസ്തലൻ ദൈവത്തെ, കർത്താവിനെ അറിയുന്നതിനെ കുറിച്ച് പറയുമ്പോൾ ഇങ്ങനൊരു പദപ്രയോഗം ഉപയോഗിച്ചിട്ടുണ്ട്. ഫിലിപ്പിയ ലേഖനം അതിൻ്റെ 3:10 ഫിലിപ്പിയർ 3:10 അവിടെ ഇങ്ങനെ താഴെ എഴുതി, അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനും കൂട്ടായ്മയും അനുഭവിച്ചറിയേണ്ടതിനും. അപ്പം പുത്രനെ അറിയണേലും എന്ത് വേണം? പുത്രന്റെ മരണത്തോട് അനുരൂപപ്പെടണം. ഇന്ന് നമ്മൾ കേട്ടു കർത്തൃമേശയുടെ സമയത്ത് ആ മരണമെന്ന് പറയുന്നത് കർത്താവ് തന്നെ പറഞ്ഞൊരു വ്യവസ്ഥയുണ്ട്. ആരെങ്കിലും എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ തേച്ച് നാൾതോറും തന്റെ ക്രൂശെടുത്ത് തന്നെ അനുഗമിക്കട്ടെ. അങ്ങനെ നാൾതോറും കർത്താവിനോട് കൂടെ നമ്മൾ ക്രൂശിക്കപ്പെടുന്ന വഴി അവന്റെ മരണത്തോട് നമ്മൾ അനുരൂപപ്പെടുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അവിടെ ക്രൂശീകരണം എന്തിനാ നടക്കുന്നത്? എൻ്റെ സ്വന്തം ഇഷ്ടത്തിന്, എൻ്റെ സ്വന്തം ആഗ്രഹം, സ്വന്തം ഉദ്ദേശം, സ്വന്തം ലക്ഷ്യങ്ങൾക്കാണ് ഞാൻ മരിക്കുന്നത്. അങ്ങനെ മരിക്കുന്ന വഴിയാണ് ഞാൻ യേശുവിനെ അറിയുന്നത്. അപ്പം ഞാൻ യേശുവിനെ അറിയും തോറും യേശു പിതാവിനെ എനിക്ക് വെളിപ്പെടുത്തി തന്നുകൊണ്ടേയിരിക്കും. എന്ന് പറഞ്ഞാൽ പിതാവിൻ്റെ ഇഷ്ടം എനിക്ക് വെളിപ്പെടുത്തി തന്നുകൊണ്ടേയിരിക്കും. ആ വെളിപ്പെടുത്തി തരുന്ന ഇഷ്ടത്തോടുള്ള ബന്ധത്തിൽ ഞാനത് അനുസരിക്കും തോറും ഞാൻ കൂടുതൽ ദൈവത്തെ അറിയുന്നു. അപ്പൊ ദൈവത്തെ അറിയുന്നതിന് അനന്തരഫലമായിട്ട് നമ്മളിൽ എന്താ സംഭവിക്കുന്നത്? നമ്മൾ ദൈവിക സ്വരൂപത്തോട് അനുരൂപപ്പെടുന്നു. പലപ്പോഴും ഈ ഉപദേശങ്ങളെല്ലാം കൂടെ കേൾക്കുമ്പോൾ നമുക്ക് അത് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും. പക്ഷെ യോഹന്നാൻ അപ്പോസ്തലൻ അതിനെ വളരെ ലളിതമായിട്ട് വർണ്ണിച്ചിട്ടുണ്ട്. ആരാ ദൈവത്തെ അറിഞ്ഞിരിക്കുന്ന ആള്? സഹോദരനെ സ്നേഹിക്കുന്നതിനൊക്കെ ദൈവത്തെ അറിഞ്ഞിരിക്കുന്നു. കോംപ്ലിക്കേഷൻ ഒന്നുമില്ല ഇതിനകത്ത്. സഹോദരനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ സഹോദരനായിരിക്കുന്ന അവസ്ഥയിൽ ആ സഹോദരനെ സ്നേഹിക്കുക. ആ സഹോദരന്റെ കുറ്റങ്ങളും കുറവുകളും വീഴ്ചകളും പരാജയങ്ങളെല്ലാം ഉൾക്കൊണ്ടോണ്ട് ഞാൻ ആ സഹോദരനെ സ്വീകരിക്കുന്ന ഒരു മനോഭാവമാണ്. എനിക്ക് ആ സഹോദരനോട് അസ്വസ്ഥതകളില്ല ആന്തരികമായിട്ട്. സഹോദരൻ എന്തൊക്കെ കാട്ടിക്കൂട്ടിയാലും ഞാൻ സ്വസ്ഥനാ സഹോദരനോടുള്ള ബന്ധത്തിൽ. എൻ്റെ സ്നേഹം ഉതിർന്നു പോകുന്നില്ല. ഞാനതെല്ലാം ക്ഷമിക്കുന്നു, ഞാൻ കരുണ കാണിക്കുന്നു, ആ ദോഷങ്ങളൊന്നും ഞാൻ കണക്കിടുന്നില്ല. ഞാൻ ആ സഹോദരനെ കുറിച്ച് എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാ? അതാണ് ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവ്. അപ്പോസ്തലൻ വേറെ തരത്തിൽ പറഞ്ഞു, കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവൻ കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാൻ കഴിയത്തില്ല. ഇപ്പം ഒരു കുടുംബജീവിതത്തില് ഈ സഹോദരനല്ലേ സഹോദരി അല്ലേ? എൻ്റെ സഹോദരിയെ എനിക്ക് സ്നേഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് വഞ്ചനയാണ്, വെറും ശൂന്യതയാണ്. ഞാൻ എങ്ങനെ എൻ്റെ സഹോദരിയെ സ്നേഹിക്കുന്നത്? യോഹന്നാൻ അപ്പോസ്തലൻ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ വാക്കിലും
നാവുകൊണ്ടും വാക്കുകൊണ്ടുമല്ല. പിന്നെ യോഹന്നാന്റെ സുവിശേഷം അല്ല ലേഖനം അതിൻ്റെ 3-ാം അധ്യായം 15 മുതൽ നമ്മളിങ്ങനെ വായിക്കും, സഹോദരനെ പൈക്കുന്നെല്ലാം കൊലപാതകനാകുന്നു, യാതൊരു കൊലപാതകനും നിത്യനുള്ളിൽ വസിപ്പിൻ നിങ്ങൾ അറിയുന്നു. അവൻ നമുക്ക് വേണ്ടി തൻ്റെ പ്രാണനെ വെച്ചു കൊടുത്തതിനാൽ നാം സ്നേഹമെന്ന് അറിഞ്ഞിരിക്കുന്നു. നാം സഹോദരന്മാർക്ക് വേണ്ടി പ്രാണനെ വെച്ചു കൊടുക്കേണ്ടതാകുന്നു. എന്നാൽ ഈ ലോകത്തിലെ വസ്തുതയുള്ളവൻ ആരെങ്കിലും തൻ്റെ സഹോദരന് മുട്ടുള്ളത് കണ്ടിട്ട് അവനോട് മനസ്സിൽ കാണിക്കാഞ്ഞാൽ ദൈവത്തിൻ്റെ സ്നേഹം എങ്ങനെ വസിക്കും? കുഞ്ഞുങ്ങളെ, നാം വാക്കിലും നാവിനാലും അല്ല, പ്രവൃത്തിയിലും സത്യത്തിലും തന്നെ സ്നേഹിക്കുക. പ്രായോഗികമായ സ്നേഹം എന്ന് പറയുമ്പോൾ കുടുംബജീവിതത്തിൽ അത് വളരെ പ്രധാനമായിരിക്കുന്ന ഒരു കാര്യം. നമുക്കറിയാം, ഒരു സഭ പണിയപ്പെടുന്നത് ഒറ്റയടിക്കല്ല പണിയപ്പെടുന്നത്. അതാദ്യം ദൈവത്തിൻ്റെ പരിശുദ്ധമായ ഒരു വ്യക്തിയെ പണിയുന്നു, ഒരു കുടുംബത്തെ പണിയുന്നു. അങ്ങനെ കുടുംബങ്ങൾ ഒന്നിച്ചു ചേർന്ന ഒരു സഭ ഒന്നാകെ ഒരു ശരീരമായിട്ട് പണിയപ്പെടുന്നു. അപ്പം നമ്മൾ കുടുംബങ്ങളിൽ ഈ ഒരു പണി നടക്കുന്നില്ലെങ്കിൽ ഒരിക്കലും നമുക്കൊരു ശരീരമാകുന്ന സഭയുടെ പണിയിൽ പങ്കാളിയായി തീരാനായിട്ട് കഴിയത്തില്ല. അവിടെ ഐക്യത വരത്തില്ല, ഒരു ശരീരത്തിൻ്റെ ഒരു ഫീലിംഗ് ഒരിക്കലും ഉണ്ടാവത്തില്ല. പക്ഷെ ദൈവം ഒരു പണി നമ്മുടെ വ്യക്തിഗതത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ, ശുദ്ധീകരണം വരുത്തിയിട്ടുണ്ടെങ്കിൽ, നമ്മുടെ കുടുംബജീവിതത്തിൽ പ്രായോഗികമായിട്ട് ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ സ്നേഹമൊക്കെ അഭ്യസിക്കുന്ന എവിടെയാ? അല്ലെ, ഈ പറഞ്ഞ സ്നേഹത്തിന്റെ ഫലങ്ങളൊക്കെ അഭ്യസിക്കുന്ന കുടുംബത്തിലാണ്. ഒന്നാമത് സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു എന്നുള്ള സത്യം ഞാൻ അനുഭവിക്കുന്ന എൻ്റെ കുടുംബത്തിൽ വെച്ചാ. അതാദ്യം എൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളും എന്നിൽ നിന്ന് അനുഭവിച്ചറിയുന്നത് ഈ സ്നേഹം എന്താന്നുള്ള കാര്യം. തിരിച്ച് ഇപ്പോൾ ഒരു ഭാര്യയ്ക്കാണ് ദൈവം കൂടുതൽ വെളിച്ചം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഭർത്താവ് ഇടുന്ന ദൈവസ്നേഹം അറിയുന്നത് ഭാര്യയിൽ നിന്നാണ്. പത്രോസപ്പോസ്തലനെ കുറിച്ച് എഴുതുമ്പം പറഞ്ഞല്ലോ, സൗകര്യമാരോട് പറയുമ്പോൾ എന്താ പറഞ്ഞേ? നിങ്ങളുടെ ഭർത്താക്കന്മാരിൽ ആരെങ്കിലും വചനം അനുസരിക്കാത്ത പക്ഷം ഭയത്തോടുകൂടിയ നിങ്ങളുടെ നിർമ്മലമായ നടപ്പ് കണ്ടിട്ട് വചനം കൂടാതെ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ആ സഹോദരി അവിടെ ആ നിർമ്മലമായ നടപ്പെന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്ന ഒരു വഴിവിട്ടുമല്ലേ, വചനം അനുസരിക്കാതെ നടക്കുന്ന ഒരു ഭർത്താവിനോടുള്ള ബന്ധത്തിൽ ആ ഭാര്യ എന്താ ചെയ്യുന്നത്? അവൾ വചനം അനുസരിക്കുന്നു, കീഴടങ്ങിയിരിക്കുന്നു, അനുസരിക്കുന്നു, ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. ഇത് കാണുന്ന ഒരു ഭർത്താവിന് എന്താ പറ്റുന്നത്? വചനം ഇല്ലാണ്ട് തന്നെ ഈ ഭാര്യയുടെ നടപ്പ് കണ്ടിട്ട് ചേർന്ന് വരുവാൻ ഇടയാകും. അപ്പൊ ദൈവം ഒരു പ്രവൃത്തിയോടുള്ള ബന്ധത്തിൽ നമ്മുടെ ഉള്ളിൽ ആദ്യം ചെയ്യുന്ന ഒരു കാര്യം നമ്മുടെ ആത്മാവിലുള്ള ഒരു സ്വസ്ഥതയിലേക്ക് നമ്മളെ നടത്തുക എന്നുള്ളതാണ്. ഞാൻ മത്തായി 11:29 ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാകിയാൽ എൻ്റെ നുകമേറ്റ് എന്നോട് പഠിപ്പിൻ എന്നാ നിങ്ങളുടെ ആത്മാക്കൾക്ക്. ഈ ആത്മാവിലുള്ള ആശ്വാസം എന്ന് പറഞ്ഞാൽ എന്താ? അതൊരു സ്വസ്ഥതയുടെ അനുഭവമാണ്. നമ്മൾ എന്തുകൊണ്ടാ നമ്മുടെ പ്രായോഗിക ജീവിതം എടുത്തു നോക്കി നമ്മൾ എപ്പോഴാണ് കോപിക്കുകയൊക്കെ ചെയ്യുന്നത്? ഇപ്പം സഹോദരി അടുക്കള ഭയങ്കര തിരക്കിലാന്ന് വിചാരിക്കുക, ഭയങ്കര തിരക്കിൽ ഓടി നടന്ന് ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് സൗരൻ തിണ്ണേന്നൊരു ചായ കൊണ്ടു തരാൻ പറയുന്നത്. ആദ്യത്തെ പ്രതികരണം എന്താ? നിങ്ങൾ വലിയ പുള്ളിയായിട്ട് ഇവിടെ നിങ്ങൾ കുത്തിയിരുന്നാൽ മതി, ഞാനിവിടെ കിടന്ന് ചാകാൻ തുടങ്ങും, അന്നേരം നിങ്ങൾക്ക് ചായ എന്ന് പറഞ്ഞാൽ ആന്തരികമായിട്ടൊരു അസ്വസ്ഥതയിലാണ് അന്നേരം. ആ അസ്വസ്ഥതയാണ് പുറത്തേക്ക് വരുന്നത്. അതേസമയം ആന്തരികമായിട്ട് സ്വസ്ഥതയിലാണല്ലോ. അങ്ങനത്തെ ഒരു വാക്ക് വരത്തില്ല നമ്മൾ ചെയ്യുക, ആ തിരക്കിനിടയ്ക്കും അത് ചെയ്യും. അപ്പം പരിശുദ്ധാത്മാവ് നമ്മൾ ആദ്യം ചെയ്യുന്ന ഒരു പ്രവൃത്തി ആന്തരികമായ ഒരു സ്വസ്ഥതയിലേക്ക് നമ്മളെ കൊണ്ടുവരിക എന്നുള്ളതാണ്. 1 പത്രോസ് 3 അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, സഹോദരിമാരുടെ ആഭരണമായിട്ട് പറഞ്ഞിരിക്കുന്നത് എന്താ? സൗമ്യതയും സാവധാനതയുമുള്ള മനസ്സെന്ന ഹൃദയത്തിന്റെ അക്ഷയഭൂഷണമായ ഗൂഢമനുഷ്യൻ തന്നെ ആയിരിക്കണം. ഈ സാവധാനതയുള്ള മനസ്സെന്ന് പറഞ്ഞാൽ എന്താ? അപ്പം നമ്മുടെ മോശയോടുള്ള ബന്ധത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, അവർ അവന്റെ മനസ്സിനെ കോപിപ്പിച്ചത് കൊണ്ട് അവൻ അവിവേകം സംസാരിച്ചു പോയി. അപ്പൊ സാവധാനതയുള്ള മനസ്സെന്ന് പറയുന്നത് എന്താ? അതിന്റെ അർത്ഥം ശാന്തമായിരിക്കുന്ന ഒരു മനസ്സെന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം പറഞ്ഞിരിക്കുന്നത് സൗമ്യതയുള്ള ഒരു മനസ്സ്. സൗമ്യത എന്ന് പറഞ്ഞാൽ എന്താ? പെട്ടെന്ന് എന്ത് കേട്ടാലും പെട്ടെന്ന് പ്രതികരിക്കാതെ ഇരിക്കുന്നൊരു അവസ്ഥയാണ്. നമ്മുടെയൊക്കെ പ്രത്യേകത എന്താ? ആൾ പറഞ്ഞു തീരുന്നതിന് മുമ്പ് പകുതി പറയുമ്പോഴേ നമ്മൾ എന്ത് ചെയ്യും? ബാക്കി പ്രതികരിച്ചിരിക്കും. പക്ഷേ സാവധാനതയുള്ള മനസ്സിന്റെ പ്രത്യേകത എന്തല്ലേ? സൗമ്യത മനസ്സിന്റെ പ്രത്യേകത അത് പറയുന്ന മുഴുവൻ കേൾക്കും, ആലോചിക്കും, എന്നിട്ട് മറുപടി പറയും. പക്ഷെ നമ്മളൊക്കെ എങ്ങനെ? പകുതി പറഞ്ഞു വരുമ്പോഴത്തേനും തന്നെ നമ്മൾ മറുപടി പറഞ്ഞു കഴിഞ്ഞു. അതിന്റെ കാരണം എന്താ? ഇപ്പൊ മറുപടി അല്ല പ്രശ്നം, ആന്തരിക ആത്മാവാ പ്രശ്നം.
നമ്മൾ ആത്മാവിൽ ഒരു സാവധാനതയും സൗമ്യതയും ഉള്ളവരല്ല എന്നുള്ളതാണ്. അതാണ് നമ്മളെ അസ്വസ്ഥരാക്കുന്നതും പ്രതികരിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. അപ്പൊ നമ്മുടെ പ്രായോഗിക ക്രിസ്തീയത്തോടുള്ള ബന്ധത്തിൽ ദൈവം നമ്മുടെ ഉള്ളിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ആദ്യം ഈ ഒരു ആന്തരിക സ്വസ്ഥയിലേക്ക് നമ്മളെ നടത്തുക എന്നുള്ളതാണ്. സാഗ് ബ്രദർ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് മാർത്തയുടെയും മറിയയുടെയും അനുഭവം, അല്ലേ? കർത്താവ് ശിഷ്യന്മാരെല്ലാം കൂടെ വീട്ടിൽ വന്നു. മാർത്ത ഓടി നടക്കുകയാണ് അവർക്ക് ഭക്ഷണം കൊടുക്കാൻ. മറിയ ഒന്നും അറിഞ്ഞില്ലെന്നുള്ള മട്ടിൽ കർത്താവിൻ്റെ കാൽക്കൽ പോയിരുന്നു വചനം കേൾക്കുക. മാർത്ത അസ്വസ്ഥയെ കർത്താവിനോട് വന്ന് പറഞ്ഞു, കർത്താവേ, നിനക്കൊരു വിചാരവും ഇല്ലേ? കർത്താവിന് മറുപടി എന്താ? അല്പമേ വേണ്ടു, അല്ല ഒന്നു മതി, മറിയ നല്ല അംശം തിരഞ്ഞെടുത്തി. അപ്പൊ മാർത്തയ്ക്ക് തോന്നുന്ന ആ മറുപടി എന്തായിരിക്കും ഒന്ന് ചിന്തിച്ചു കഴിക്കും, ഇല്ലേ? ഭയങ്കര അസ്വസ്ഥയായിരിക്കും വരുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് താനീ ഓടി അധ്വാനിക്കുകയും ചെയ്യുന്നത്? ഈ കർത്താവിനെ ശിഷ്യന്മാരെയും ഭക്ഷണം കൊടുത്ത് സൽക്കരിക്കാനാ. അന്നേരത്തെ കർത്താവ് പറയുന്നു, നീ മറിയ ചെയ്യുന്ന പോലെ നീ ഇവിടെ വന്നിരുന്ന് അനങ്ങാതിരുന്ന് കേട്ടാ, നീ ഓടി നടക്കണ്ട. സത്യം അത്. പല കാര്യങ്ങൾക്കും നമ്മുടെ ഉള്ളിൽ ഇത് കാണാൻ കഴിയും. നമ്മളിൽ തന്നെയുള്ള ഒരു എന്താ പറയുക, മുൻകൈ. കർത്താവ് ഒരിക്കലും ഇങ്ങനെ പറഞ്ഞു, ഞാൻ സ്വയമായിട്ടൊന്നും പ്രസ്താവിക്കുന്നില്ല, സ്വയമായിട്ടൊന്നും ചെയ്യുന്നില്ല, പിതാവ് ചെയ്ത് കാണുന്നേ ഞാനും ചെയ്യുന്നു. മറിയ ആ തലത്തിലാണ് നിന്ന് ദൈവേഷം അറിഞ്ഞിട്ട് ആ പാദപീഠത്തിലിരുന്ന് കേൾക്കുക ചെയ്തേ. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ. പക്ഷെ മാർത്ത എന്താ ചെയ്തേ? തന്നിൽ തന്നെയുള്ള ഒരു നീതിബോധത്തിൽ നിന്ന്, ഒരാവശ്യബോധത്തിൽ നിന്ന് ആകെ അസ്വസ്ഥതയായി തിരക്ക് പിടിച്ച് ഓടി നടക്കുന്ന അവസ്ഥയാണ് കാണുന്നത്. പക്ഷെ കർത്താവ് എന്നെ പ്രശംസിച്ചില്ല. അപ്പൊ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഒത്തിരി തലങ്ങൾ കാണാൻ കഴിയും. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, സഭയോടുള്ള ബന്ധത്തിൽ ഉത്തരവാദിത്തമുള്ള സഹോദരന്മാർ ചിലതൊക്കെ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ സദസ്സിലിരുന്ന് ചിന്തിക്കും, എന്താ ഈ സഹോദരൻ കാട്ടിക്കൂട്ടുന്നത്? ഞാനായിരുന്നെങ്കിൽ ഇല്ലേ അതിനേക്കൊക്കെ വളരെ മനോഹരമായിട്ട് അത് ചെയ്തേനെ. എവിടെ നിന്നാണ് വരുന്നത്? നമ്മളിൽ തന്നെയാ വരുന്നത്, നമ്മുടെ സ്വയത്തിൽ നിന്ന് വരുന്ന ആത്മാവ്. എപ്പോഴും എന്താ ചെയ്യുക? ആത്മാവ് ഒരു സ്വസ്ഥതയിലായിരിക്കും. ചെങ്കടലിന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്ന ഇസ്രായേൽ ജനത്തോടുള്ള ബന്ധത്തിൽ അവരെല്ലാം പിറുപിറുത്തോണ്ടായിരിക്കുന്നത്. എനിക്കത് 3 പേരേ ഉള്ളൂ പിറുപിറുക്കാത്ത. ആരൊക്കെയായിരിക്കും? ഒന്ന് മോശ, യോശുവ, കാലേബ്. ബാക്കി എല്ലാവരും പിറുപിറുക്കായിരിക്കും. ഇവര് 3 എന്തുകൊണ്ടാണ് പിറുപിറുക്കാത്ത? അതേ പരീക്ഷ അഭിമുഖീകരിക്കുന്നത്. പുറകിൽ ഫറവോന്റെ സൈന്യം, മുമ്പിൽ ചെങ്കടൽ, വശങ്ങൾ വലിയ പർവ്വതം, രക്ഷപ്പെടാനൊരു വഴിയുമില്ല. പക്ഷെ ഈ 3 പേരെന്താ പിറുപിറുക്കാൻ സ്വസ്ഥരായിരിക്കുന്നത്? ആന്തരിക ആത്മാവിൽ ദൈവം ഒരു പ്രവൃത്തി ചെയ്തത് കൊണ്ടാണ്. അവര് ദൈവത്തിന്റെ വഴി അറിഞ്ഞവരായിരുന്നു. ദൈവത്തിന് എവിടെയും വഴിയുണ്ടെന്ന് നമ്മൾ വായിക്കുന്നത്. അവന് പെരുവെള്ളത്തിലും വഴിയുണ്ട്. അതറിയാവുന്ന 3 പേര് സ്വസ്ഥരായിട്ട് നിൽക്കുക. ബാക്കിയുള്ളവരോ, പ്രത്യേകിച്ച് ഈ ഫറവോന്റെ സൈന്യത്തോട് ചേർന്ന് നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വെപ്രാളം കൂടും. ആദ്യം ആരാ കൊല്ലപ്പെടാൻ പോകുന്നത്? ആദ്യം ഞങ്ങളെ പിടിക്കാൻ പോകുന്നത്, ഇല്ലേ? അവരായിരിക്കും ഉച്ചത്തിൽ പിറുപിറുത്തവര്. എന്തുകൊണ്ടാണ് ദൈവം ഇങ്ങനത്തെ പരീക്ഷകൾ അനുവദിക്കുന്നത്? ആവർത്തനം 8 എന്താ പറഞ്ഞിരിക്കുന്നത്? നിന്നെ പരീക്ഷിച്ച് നിന്റെ ഹൃദയത്തിലുള്ളത് നിന്നെ കാണിക്കാനായി ഞാൻ നിന്നെ 40 സംവത്സരം മരുഭൂമിയിൽ നടത്തി വിധമൊക്കെ നീ ഓർക്കണം. നിന്നെ വിശപ്പിക്കുകയും ദാഹിപ്പിക്കുകയും മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നത് നീ ഗ്രഹിക്കേണ്ടതിന്. അവിടെ ആ ഗ്രഹിക്കുക എന്നുള്ള പദപ്രയോഗം വരുന്നുണ്ട്. അപ്പൊ വിശപ്പിക്കുകയും ദാഹിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ വിവിധ സമ്മർദ്ദങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എന്താ ദൈവം ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ഹൃദയത്തിലുള്ളത് നമ്മളെ കാണിക്കണം, അല്ലെ നമ്മളിൽ തന്നെയുള്ളത് നമ്മളെ കാണിക്കണം. നമ്മളിലുള്ള എന്താ? നമ്മളൊരു നന്മയില്ല. റോമർ 7 അപ്പോസ്തലൻ എന്നിൽ എന്ന് വെച്ചാൽ എൻ്റെ ജഡത്തിൽ ഒരു നന്മയും വസിക്കുന്നില്ല എന്ന് ഞാൻ അറിയുന്നു. ആ അറിയാന്നുള്ള പദപ്രയോഗം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. റോമർ 6 അത് പറയുന്നുണ്ട്. നമ്മുടെ പഴയ മനുഷ്യൻ 6-ാം വാക്യം ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. ഇങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന്, ആ അറിവുള്ളവൻ പാപത്തിൽ നിന്ന് സ്വതന്ത്രൻ, അവൻ സ്വസ്ഥനാണ്. ആ അറിവെന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ദൈവത്തെയും നിത്യജീവൻ എന്ന് പറയുമ്പോൾ അത് തന്നെയാണ് പറയും. പിതാവിനെയും പുത്രനെയും അറിയുന്ന നിത്യജീവൻ. ഈ അറിവിനെ കുറിച്ച് പഴയ നിയമത്തിൽ പറയുമ്പോൾ ഒരു പുരുഷൻ ഒരു സ്ത്രീയെ അറിയാന്നാണ് പറഞ്ഞിരിക്കുന്നത് അവരുമുള്ള ബന്ധത്തിൽ. ഇസ്ഹാക്കിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ, അവൻ അവളെ അറിഞ്ഞു, അവന്റെ മനസ്സിന് സ്വസ്ഥതയുണ്ടായി. എൻ്റെ അമ്മയുടെ ദുഃഖം
മറന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. ആ അറിവെന്ന് പറയുന്നത് ഹൃദയത്തിലുള്ളൊരു അറിവാണ്, നമ്മുടെ ബുദ്ധിയിലുള്ള അറിവല്ല. അതുകൊണ്ടാണ് അപ്പോസ്തലർ പ്രവൃത്തി 28 നമ്മൾ ഇന്ന് വായിച്ചല്ലോ, ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയും മനം തിരിയുകയും. മനസ്സുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, പക്ഷെ നമ്മളെ രൂപാന്തരപ്പെടുത്തത്തില്ല. പരീക്ഷ വ്യക്തമായിട്ട് വരുമ്പോൾ നമ്മൾ വീണ്ടും പഴയ പോലെ പ്രതികരിക്കും. പക്ഷെ ഹൃദയം കൊണ്ട് ഗ്രഹിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ എങ്ങനെ ആയിരിക്കും? സമ്മർദ്ദങ്ങൾ വരുമ്പോൾ സ്വസ്ഥനായിരിക്കും. എന്താ അതിൻ്റെ കാരണം? ദൈവത്തെക്കുറിച്ചുള്ള അറിവ് അവനെ ആന്തരികമായ ഒരു സ്വസ്ഥതയിലേക്ക് നടത്തി. അവന് ദൈവത്തെ അറിയാം, അതുകൊണ്ട് അവൻ സ്വസ്ഥനായിരിക്കും. പലപ്പോഴും നമുക്ക് ആ നിലയിലുള്ള ഒരു വ്യക്തിപരമായ അറിവ് ദൈവത്തെക്കുറിച്ച് ഇല്ല എന്നുള്ളത് നമ്മുടെ പ്രശ്നം. എന്തുകൊണ്ട് അത് ഈ ഗ്രഹിക്കുക എന്നുള്ള തലത്തിലേക്ക് എവിടുന്നാ പോകുന്നത്? ഇസ്രായേലിന് ദൈവം പഴയ നിമിത്തി കൽപ്പന കൊടുക്കുമ്പോൾ അവരോട് പറഞ്ഞു, ഞാൻ ഈ നിനക്ക് നൽകി തരുന്ന വചനങ്ങളെല്ലാം നീ കേൾക്കണം, പഠിക്കണം, അനുസരിക്കണം. 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്നാമത് കേൾക്കുക, പഠിക്കുക, അനുസരിക്കുക. നമ്മളെയും ഈ ഗ്രഹണം വരുന്ന ഈ അനുസരണത്തിന്റെ വഴിയിലാണ് ഗ്രഹിക്കുക എന്നുള്ളൊരു അനുഭവം നമുക്കുണ്ടായി തീരാനിടയായി തീരും. നമ്മളൊരു വല്ലാത്ത കഷ്ടങ്ങളിലൂടെ കടന്നു പോകുന്നു. നമ്മുടെ ഹൃദയം ദൈവത്തിൽ വെച്ച് നമ്മൾ നിശബ്ദനായിരിക്കുന്നു. ദൈവം ഒരു വഴി തുറന്ന് നമ്മളെ സഹായിക്കുന്നു. അവിടെ നമ്മൾ ദൈവത്തെ അറിയുന്നു. അത് നമ്മളെ കൂടുതൽ ദൈവത്തിൽ ആശ്രയിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നു. അതിൻ്റെ അനന്തരഫലമായിട്ട് നമ്മൾ ദൈവത്തെ കൂടുതൽ അറിയുന്നു. ദൈവത്തെ അറിയും തോറും നമ്മൾ നിത്യജീവന്റെ അവകാശികളായിട്ട് തീരുക. കൂടുതൽ നിത്യജീവന്റെ അവകാശികളായി തീരുക. നിത്യജീവൻ എന്ന് പറയുമ്പോഴും എന്താ? ഈ പറഞ്ഞ നീതി, സമാധാനം, സന്തോഷം. ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ എന്താ? ഭക്ഷണവും പാനീയവും അല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്നത് തന്നെയാണ്, ഇതിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും വരണമേ. അപ്പൊ നമ്മൾ മുന്നോട്ട് പോകും തോറും ഈ ഒരു നീതിയിലും സമാധാനത്തിലും സന്തോഷത്തിലും നമുക്ക് ജീവിക്കാൻ കഴിയുന്നുണ്ട്. പലപ്പോഴും നമ്മുടെ സന്തോഷത്തിന്റെ പ്രത്യേകത അനുകൂല സാഹചര്യങ്ങളിലാണ്. ഇസ്രായേലിനെ പോലെയാ. അവർ ചെങ്കടല് ദൈവം വിഭാഗിച്ച് അക്കരെ കടന്നു, ഫറവോനും സൈന്യവും ചെങ്കടലിൽ മുങ്ങിച്ചത്തു. മിരിയാൻ തപ്പെടുത്ത് ഇസ്രായേൽ കന്യമാർ ചുറ്റും നിന്നു, അവർ ദൈവത്തെ സ്തുതിച്ചു. പക്ഷേ 2-3 പേർ അതിൻ്റെ അക്കരെ നിന്ന് തന്നെ സ്തുതിക്കുന്നുണ്ടായിരുന്നു, മോശയും യോശുവയും കാലേബും. ഇത് കാണുന്നതിന് മുമ്പ് തന്നെ അവർ ദൈവത്തെ സ്തുതിക്കുന്നുണ്ടായിരുന്നു, ദൈവം വഴി തുറക്കുന്നതിനായിട്ടും വിടുവിക്കുന്നതിനായിട്ട്. കാരണം എന്താ? അവരെ വിളിച്ചിറക്കിയതാരാ? ദൈവം തന്നെ അവർക്ക് കൊടുത്ത വാഗ്ദത്തം എന്താ? മോശയോട് പറഞ്ഞത്, ഞാൻ അടിമ വീടായ മിസ്രൈമിൽ നിന്ന് ഞാൻ നിങ്ങളെ വിടുവിക്കും, ഞാൻ നിങ്ങളെ പാലും തേനും വിടുന്ന കനാനിൽ എത്തിക്കും. അവിടെ ദൈവം കൊടുത്ത വാഗ്ദത്തം ഞാൻ. പക്ഷെ അവര് മരുഭൂമിയിൽ നിന്ന് കനാൻ ഒറ്റ നോക്കാനായിട്ട് 12 പേരെ അയച്ചു. 10 പേര് തിരിച്ചു വന്നപ്പോൾ എല്ലാവരും തിരിച്ചു വന്നപ്പം വലിയ മുന്തിരിക്കൊലയൊക്കെ ആയിട്ടാണ് വന്നത്. 2 പേര് കൂടി ഒരു മുന്തിരിക്കൊല ചുമന്നൊക്കെ വന്നിട്ട് മോശയോട് പറഞ്ഞു, ഫലം ഭയങ്കര കൊള്ളാം, കനാൻ നീ പറഞ്ഞ പോലെ പാലും തേനും ഒഴുകുന്ന. പക്ഷെ അവിടെ അനാക്യമല്ലന്മാരെ കണ്ട് കീഴടക്കാൻ നമ്മളെ കൊണ്ട്, അവർ പറഞ്ഞു നമ്മളെ കൊണ്ട് പറ്റത്തില്ലെന്ന്. കാലേബും യോശുവും ഏറ്റു പറയുന്നുണ്ട്, ദൈവം നമ്മോട് കൂടി ഉണ്ടെങ്കിൽ നമുക്കത് കീഴടക്കാൻ പറ്റും. അവിടെ ദൈവം എന്തായിരുന്നു പറഞ്ഞത്? ഞാൻ ചെയ്യാന്നാ പറഞ്ഞു. യോശുവും കാലം ആ ഏറ്റുപറച്ചിലാണ് നടത്തിയത്, ദൈവം നമ്മോട് കൂടി ഉണ്ടെങ്കിൽ. പക്ഷെ മറ്റവരെന്താ പറഞ്ഞേ? നമ്മളെ കൊണ്ട് പറ്റത്തില്ല. ഇല്ലേ, നമ്മളും പലപ്പോഴും അങ്ങനല്ലേ? നമ്മൾ ഒത്തിരി പോരാടി. ഇപ്പം ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്നേഹിക്കാൻ ശ്രമിക്കുന്നു, ഭാര്യമാർ ഭർത്താക്കന്മാരെ അനുസരിക്കാൻ ശ്രമിക്കുന്നു, മക്കൾ മാതാപിതാക്കളെ അനുസരിക്കാൻ ശ്രമിക്കുന്നു. അടക്കാണ്ട് വരുമ്പോൾ നമ്മൾ എന്താ പറയുന്നത്? ഫലമൊക്കെ കൊള്ളാം, അങ്ങനെയൊക്കെ ജീവിച്ചാൽ കൊള്ളാം, പക്ഷെ നമ്മളെ കൊണ്ടത് പറ്റത്തില്ല. അത് നമ്മളെ കൊണ്ടെന്നുള്ള ഏറ്റുപറച്ചിലുണ്ട് നമ്മൾ പലപ്പോഴും. അവിടെ ദൈവം പറഞ്ഞ് നമ്മൾ ചെയ്യാന്നുള്ളതല്ല. എബ്രായ ലേഖനത്തിലെ അതിൻ്റെ 13-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യത്തിൽ 20-21 വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്. എബ്രായർ 13:20 നിത്യനിയമത്തിന്റെ രക്തത്താൽ ആടുകളുടെ ബലിയിടനായ നമ്മുടെ കർത്താവ് യേശുവിനെ മരിച്ചവരിൽ നിന്ന് മടക്കി വരുത്തിയ സമാധാനത്തിന്റെ ദൈവം നിങ്ങളെ അവന്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം എല്ലാ നന്മയിലും യഥാസ്ഥാനപ്പെടുത്തി തനിക്ക് പ്രസാദമായുള്ളത് യേശുക്രിസ്തു മുഖാന്തരം നമ്മിൽ നിവർത്തിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഇത് ചെയ്യുന്ന ആരാ? കർത്താവാ ചെയ്യുന്നത്. നമ്മളെന്താ ചെയ്യുന്നത്? നമ്മളെ തന്നെ സമർപ്പിക്കുന്നു എന്നുള്ളതാണ്. റോമാലേഖനത്തില് 6-ാം അധ്യായത്തിൽ 3 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. 6-ാമത്തെ വാക്യത്തിൽ നാം അറിയുന്നു എന്ന് പറയുന്നു. 11-ാം വാക്യത്തിൽ വരുമ്പോൾ ഇങ്ങനെ പറയുന്നത് എണ്ണാൻ പറയുന്നു. 13-ാം വാക്യത്തിൽ വരുമ്പം സമർപ്പിക്കാൻ പറയുന്നു.
3 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് അറിയുക, എണ്ണുക, സമർപ്പിക്കുക. ഇവിടെ നമ്മുടെ പങ്കെന്താ? ഒന്നാമത്തെ പടി അറിയുക എന്നുള്ളതാണ്. കർത്താവ് മാത്രമേ ഇത് ചെയ്യാൻ കഴിയത്തുള്ളൂ. യൂദയുടെ ലേഖനം 21-ാം വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു: വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തൻ്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്താൻ കഴിയുന്നവന്. ഇതാരാ ചെയ്യുന്ന പ്രവൃത്തി? അതിനകത്ത് നമുക്കുള്ള പങ്കെന്താ? നമ്മളൊരു ഉപകരണം മാത്രമാണ്. ഇവയെ വിട്ടകന്ന് തന്നെത്താൻ പിടിപ്പാക്കുന്നവനല്ല യജമാന് ഉപയോഗമുള്ള മാനപാത്രമായിരിക്കും. നമ്മൾ ആകപ്പാടെ ചെയ്യുന്നത് നമ്മുടെ ഇഷ്ടത്തിന് മരിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പൊ എല്ലാ പരീക്ഷകളിലും നമ്മുടെ ഇഷ്ടം കണ്ടെത്തി അത് മരിപ്പിക്കാനായിട്ടാണ് നമ്മളുടെ ദിനംപ്രതി ക്രൂശെടുത്ത് അനുഭവിക്കാൻ പറയുന്നത്. നമ്മുടെ ഇഷ്ടം എവിടെ ഇരിക്കുന്നേ? നമുക്ക് വേറെ തരത്തിൽ പറയാം, നമ്മുടെ ദേഹിയുടെ ഇഷ്ടമാണ്. നമ്മളെ വീണ്ടും ജനിപ്പിച്ചത് നമ്മുടെ ഇഷ്ടം ചെയ്യാനല്ല, ദൈവേഷ്ടം ചെയ്യാനാ. അപ്പൊ നമ്മൾ എപ്പോഴും ഉറപ്പാക്കേണ്ട ഒരു കാര്യം, ഞാൻ എൻ്റെ ഇഷ്ടത്തിന് വേണ്ടി പോരാടത്തില്ല. ഓരോ പരീക്ഷയിലും നമ്മുടെ ഇഷ്ടം നമുക്ക് കാണാനായിട്ട് കഴിയും. ഇപ്പൊ ഞാനൊരു സഭയിൽ പോയപ്പം ഈ വചനമൊക്കെ സംസാരിച്ചതിന് ശേഷം ഒരു സഹോദരൻ വന്ന് എൻ്റെ നേരെ ചൂടായി. വല്ലാണ്ടങ്ങ് ചൂടായി. ഞാൻ പറഞ്ഞൊരു കാര്യത്തോടുള്ള ബന്ധത്തിൽ. അപ്പൊ ഞാൻ ആദ്യം ഒന്ന് വിശദീകരിക്കാൻ ശ്രമിച്ചു, പിന്നെ ഞാൻ നിശബ്ദനായി. ആ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത് എൻ്റെ സ്വയമാണ്. ഒരിക്കലും കർത്താവ് വിശദീകരിക്കാൻ ശ്രമിക്കത്തില്ല. കർത്താവ് അങ്ങനെ ആയിരുന്നു. അപ്പൊ നമ്മളും കർത്താവിനെ അറിയും തോറും നമ്മളും പല ചോദ്യങ്ങൾക്കും ഉത്തരം പറയത്തില്ല. നമ്മുടെ വിശദീകരണങ്ങളൊക്കെ കുറഞ്ഞു 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 വന്നുകൊണ്ടേയിരിക്കും. നമ്മൾ കുറയുന്നെന്നുള്ളതിൻ്റെ അർത്ഥമാണ്. ആത്മാവിന്റെ തലത്തിലേക്ക് നമ്മൾ പോകും തോറും നാം നമ്മിൽ തന്നെ ചെറിയവരായിക്കൊണ്ടേയിരിക്കും. കാരണം ദൈവം അനുവദിക്കുന്ന നമ്മളെല്ലാം ഏറ്റു പറയുന്നൊരു കാര്യമാണ് റോമർ 8:28. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് സകലവും. അതിനകത്ത് എന്തൊക്കെയുണ്ട്? എൻ്റെ പ്രായോഗിക തലത്തിലേക്ക് വന്ന് നോക്കി. ഒരിക്കല് ഒരു സഹോദരൻ സാക്ഷി പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട്. ഒരു കുടുംബീയത അവർ തുടങ്ങിയിട്ട് ഒരു 10-18 കൊല്ലമായിരുന്നു. ഒരു ദിവസം ഇവർ തമ്മിൽ എന്താ സംസാരിച്ചിരിക്കുന്നതായിരിക്കും, പുള്ളിക്കാരി ഒറ്റയടിയാ പുള്ളിയുടെ കർണക്കുറ്റിക്ക്. പുള്ളി പ്രതീക്ഷിച്ചില്ലത്. പുള്ളീനെ നേരെ പോലെ നിൽക്കിയാലായിരുന്നു സഹോദരി രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ്. ഒറ്റയടിയാന്ന് പറഞ്ഞു. അപ്പൊ സഹോദരൻ പറഞ്ഞു, ബ്രദറെ ദൈവം ഭയങ്കര കൃപ തന്നു. ഞാൻ ചോദിച്ചു, നീ എന്നാ ചെയ്തേന്ന് ചോദിച്ചു. പുള്ളി പ്രതികരണം അങ്ങനെ ആയിരുന്നു. അവൻ പുള്ളിക്കാരി പെട്ടെന്ന് പൊട്ടിക്കരഞ്ഞെന്ന് പറഞ്ഞു. പൊട്ടിക്കരഞ്ഞിട്ട് ക്ഷമ പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പൊ അടി കിട്ടിയപ്പോൾ സഹോദരൻ തിരിച്ച് തല്ലിയിരുന്നെങ്കിലോ എന്തായിരിക്കും സംഭവിക്കുക? ദൈവം കൃപ കൊടുത്തു പുള്ളിക്ക്. അടി മേടിച്ചിട്ട് പുള്ളി വളരെ സൗമ്യതയോടെ സൗകര്യോടെ മറുപടി പറഞ്ഞു, നീ എന്തായി കാണിച്ചതെന്ന് ചോദിച്ചു. പുള്ളിക്ക് മനസ്സിലായില്ല, പുള്ളിക്കാരിക്കും അറിയത്തില്ല. ശരിക്കും സാത്താൻ ആ സൗകര്യം അന്നേരം നിയന്ത്രിച്ച് ചെയ്യിച്ചതാ, ഇളക്കാനായിട്ട് ചെയ്യിച്ചതാ. പക്ഷെ സഹോദരൻ ഇളകിയില്ല, സഹോദരൻ സ്വസ്ഥനായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നൊരു കാര്യം, നമ്മൾ ദൈവത്തെ അറിയും തോറും പക്ഷെ പലപ്പോഴും നമ്മളെ തന്നെ ചോദ്യം നോക്കി, നമ്മുടെ സഹോദരിമാരെ അടിക്കുകയൊന്നും വേണ്ട, ഒരു വാക്ക് പറഞ്ഞാൽ മതി നമ്മുടെ പിടിവിടും, അല്ലേ? അപ്പൊ നമ്മൾ എവിടെ എത്തിയെന്ന് കാണിക്കാനായിട്ട് അങ്ങനെ പരീക്ഷ ദൈവം അനുവദിക്കുന്നത്. ഭാര്യയോടുള്ള ബന്ധത്തിൽ ദൈവമായിട്ട് കണക്ക് തീർക്കട്ടെ, പക്ഷെ നമ്മളോടുള്ള ബന്ധത്തിൽ ദൈവം അത് അനുവദിച്ചതിന് മുമ്പുള്ള ഉദ്ദേശം എന്താ? നിന്നെ പരീക്ഷിച്ച് നിന്റെ ഹൃദയത്തിൽ യഥാർത്ഥ സ്നേഹവും ക്ഷമയും കരുണയൊക്കെ ഉണ്ടോ എന്ന് കാണിക്കാനാ. ഉണ്ടെങ്കിൽ എൻ്റെ പ്രതികരണം എങ്ങനെ ആയിരിക്കും? ഞാനത് ക്ഷമിക്കും, പൊറുക്കും, കണക്കെടുത്തില്ല, ഞാനതിനെ അവഗണിക്കും. അല്ലേലോ ഞാൻ തന്നെയാ ജീവിക്കുന്നെങ്കിലോ ഞാൻ അതിൻ്റെ വിശദീകരണം ചോദിച്ചുകൊണ്ടേയിരിക്കും. ഞാൻ തിരിച്ച് പ്രതികരിക്കാനായിട്ട് തുടങ്ങും. അപ്പൊ നമ്മൾ യഥാർത്ഥത്തിൽ ആ റോമർ 8:28 വിശ്വസിക്കുന്നവരാണെങ്കിൽ എന്താ സംഭവിക്കുക? നമ്മൾ സ്വസ്ഥരായിക്കൊണ്ടേയിരിക്കും. ഇപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങൾ കീഴടങ്ങാണ്ട് വരുന്നു, എന്തായിരിക്കും നമ്മുടെ പ്രതികരണം? പലപ്പോഴും നമ്മൾ ഇല്ലേ ഒരു തറുതലയൊക്കെ പറഞ്ഞാൽ നമ്മൾ ഒത്തിരി അവതാ പറയും. നിന്നെ ഇതിനാണോ ഞാൻ പോറ്റിയത്, എത്ര കഷ്ടപ്പെട്ട് അതിനെ വളർത്തി, അത് ചെയ്ത് ഇത് ചെയ്ത്, ഇല്ലേ? നമ്മളിൽ തന്നെയുള്ള ഒത്തിരി കാര്യങ്ങൾ പറയാറുണ്ട്. പക്ഷെ തിരിച്ച് അങ്ങനെ ദൈവം അനുവദിച്ചതിൻ്റെ മുമ്പുള്ള ഉദ്ദേശം എൻ്റെ നന്മയ്ക്കാണെന്നും എൻ്റെ ഹൃദയത്തിലുള്ളത് എന്നെ കാണിക്കാനാണെന്നും നമ്മൾ വിശ്വസിക്കുക. എൻ്റെ ഉള്ളിലുള്ളത് എന്നെ കാണിക്കാനാണെന്നും. ഭാര്യഭർത്തൃബന്ധത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായത്. ഈ പരീക്ഷയോടുള്ള ബന്ധത്തിൽ നാം അതിനെ ഇങ്ങനെ എടുക്കേണ്ടി.
ഇതെല്ലാം ദൈവം അനുവദിക്കുന്ന എന്തിനാ? ആത്യന്തികമായിട്ട് എൻ്റെ ആ നന്മ എന്ന് പറഞ്ഞാൽ എന്താ? കർത്താവിൻ്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? കൂടുതൽ ക്ഷമയുള്ളവനും കൂടുതൽ കരുണയുള്ളവനും ദോഷം കണക്കിടാത്തവനും ക്ഷമിക്കുന്നവനൊക്കെ ആക്കി എന്നെ തീർക്കുക. ഞാൻ ക്ഷമിക്കണമെന്നുണ്ടെങ്കിൽ ഒരു എതിർവശത്ത് നിന്ന് ഒരു കാര്യം ഉണ്ടാവണം. ഇല്ല, യഥാർത്ഥ ക്ഷമ എനിക്കുണ്ടോയെന്ന് അറിയണമല്ലേ? അതുപോലത്തെ പ്രകോപനം ഉണ്ടാകുന്ന ഒരു തെറ്റ് എതിർവശത്ത് സംഭവിച്ചാലേ എനിക്ക് യഥാർത്ഥ ക്ഷമയാണോ ഉള്ളതെന്ന് കാണാനായിട്ട് കഴിയും. യഥാർത്ഥ ക്ഷമയാണെങ്കിലോ ഞാൻ സ്വസ്ഥനായിരിക്കും, ഞാൻ അസ്വസ്ഥനാവത്തില്ല, പരാതി ഉണ്ടാവത്തില്ല, ഞാൻ ദൈവത്തോട് നന്ദിയുള്ളവനായിരിക്കും. നമ്മളിന്ന് കൊലോസ്യലേഖനം 4:1 എന്തായിരുന്നു ഒരു വാക്യം പഠിച്ചത്? എന്തായിരുന്നു? എപ്പോഴും പ്രാർത്ഥിപ്പീൻ, എല്ലാറ്റിനും വേണ്ടി അല്ലേ? 1 5:16 തൊട്ട് വായിക്കുമ്പോൾ എപ്പോഴും പ്രാർത്ഥിപ്പീൻ, എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്യുവീൻ. എല്ലാറ്റിനും വേണ്ടി എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? അനുകൂല സാഹചര്യങ്ങളിലും പ്രതികൂല സാഹചര്യങ്ങളും. കൊരിന്ത്യർ അപ്പോസ്തലൻ പറയുന്നുണ്ടത്. ഞങ്ങൾ രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും ക്രിസ്തുവിൻ്റെ സൗരഭ്യാസന. ഉത്തമഗീതത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്: വഴുതിക്കാറ്റ് വരിക, 3-ാം അധ്യായം, തെന്നിക്കാറ്റ് വീശുക, എൻ്റെ പ്രിയൻ എൻ്റെ തോട്ടത്തിൽ നിന്നുള്ള സുഗന്ധം മണക്കട്ടെ. തെന്നിക്കാറ്റെന്ന് പറഞ്ഞാൽ അനുകൂലമായ കാറ്റാ, വഴുതിക്കാറ്റെന്ന് പറഞ്ഞാൽ പ്രതികൂലത്തിന്റെ കാറ്റാ. ഈ രണ്ട് കാറ്റും വരുമ്പോഴും ഈ തോട്ടത്തിൽ എന്താ ഉള്ളത്? സുഗന്ധം, സ്തോത്രം. എല്ലാറ്റിനും വേണ്ടി സ്തോത്രം പറയുക. പക്ഷെ നമ്മുടെ തോട്ടത്തിൽ എന്താ ഉള്ളത്? അനുകൂലമായ കാറ്റ് വരുമ്പം സ്തോത്രവും സുഗന്ധവും ഒക്കെയാ. പ്രതികൂല കാറ്റ് വരുമ്പോഴോ ദുർഗന്ധവും പരാതിയും കുറുകുറുപ്പും. അത് കാണിക്കുന്നത് എന്താ? നമ്മൾ പറയും നമ്മുടെ കുഴപ്പമില്ലെന്ന് പറയും, പക്ഷെ നമ്മുടെ തോട്ടത്തിന്റെ കുഴപ്പമാണ് അത്. കർത്താവ് തന്നെ പറഞ്ഞല്ലോ, ഒരേ വൃക്ഷത്തിൽ നിന്ന് നല്ല ഫലവും ആകാത്ത ഫലം പുറപ്പെടത്തില്ല. ഒന്നുകിൽ വൃക്ഷം നല്ലത്, ഫലം നല്ലത്, അല്ലെങ്കിൽ വൃക്ഷം ചീത്ത, ഫലവും ചീത്ത. അപ്പൊ നമ്മൾ കണ്ടെത്തേണ്ട ഒരു കാര്യം, നമ്മൾ എപ്പോഴൊക്കെ ആത്മാവിൽ നിൽക്കുന്നോ അന്നേരം നമ്മൾ നല്ല വൃക്ഷമാണ്, നല്ല ഫലമാണ് നമ്മൾ ഇന്ന് വരുന്നത്. ആത്മാവിന്റെ ഫലം എന്താ? സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദേഹ പരോപകാരം, വിശ്വസ്ത, സൗമ്യത, ഇന്ദ്രിയജയം. നമ്മുടെ ദേഹിയുടെ തലത്തിലേക്ക് മാറുമ്പോഴോ അവിടുത്തെ ഫലം എന്താ? കയ്പ്, വെറുപ്പ്, പക, വിദ്വേഷം, ദുർമോഹം, ശാഠ്യം, നന്നവശം, ഭിന്നത, അസൂയ. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ കൃപയിൽ നിന്ന് എങ്ങോട്ട് മാറി? ന്യായപ്രമാണത്തിന്റെ തലത്തിലേക്ക് പോയി. കൃപയിൽ നിൽക്കുമ്പോൾ നമുക്ക് ഈ ഫലങ്ങൾ എപ്പോഴും ഉണ്ടാവും. കൃപയിൽ നിൽക്കുമ്പോഴേ നമുക്ക് എപ്പോഴും സന്തോഷിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ സാത്താൻ ചെയ്യുന്നൊരു വഞ്ചന എന്താ? ഗലാത്യ വിശ്വാസികളുടെ അപ്പോസ്തലൻ പറഞ്ഞു, നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയി. നിങ്ങൾ നന്നായി ഓടിയിരുന്നു, സത്യം. പക്ഷെ ഇപ്പം നിങ്ങളെ തെറ്റിച്ച് കളഞ്ഞത് ആരെ? അപ്പൊ നമ്മൾ ഈ ആത്മാവിന്റെ തലത്തിൽ നിൽക്കുമ്പം നമ്മൾ ഇന്ന് ആത്മാവിന്റെ ഫലമാണ് പുറത്തേക്ക് വരുന്നത്. നമ്മളെപ്പോഴും നമ്മുടെ സ്വയത്തിലേക്ക് മാറുന്നു. സാത്താൻ അതുകൊണ്ട് നമ്മളെ വഞ്ചിക്കുന്ന അങ്ങനെ. സാത്താൻ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത്. നമ്മളെ നാം അറിയാതെ സാവകാശം നമ്മുടെ സ്വയത്തിന്റെ തലത്തിലേക്ക് നമ്മളെ മാറ്റും. ആ സ്വയത്തിന്റെ തലത്തിൽ എപ്പോഴും ന്യായീകരണങ്ങളുണ്ട്, നമ്മളെ തന്നെ ന്യായീകരിക്കുന്ന മനോഭാവങ്ങളുണ്ട്. ഇപ്പൊ നമ്മൾ കോപിച്ചതിന് ശേഷം എന്താ പറയുക? ഞാൻ പാപം ചെയ്ത് എനിക്ക് തെറ്റിപ്പോയി എന്നല്ല നമ്മൾ പറയുക. പിന്നെ എന്താ പറയുക? നീ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞല്ലേ, ഞാൻ പറയുമായിരുന്നു. അതിന്റെ അർത്ഥം എന്താ? നമുക്ക് രണ്ടു തരം ഗന്ധങ്ങൾ നമ്മളിലുണ്ട്. ആരേലും എന്തേലുമൊക്കെ പറഞ്ഞാൽ നമ്മളിന്ന് വരുന്നൊരു ദുർവാസനയുണ്ട്, ആരേലുമൊക്കെ അനുകൂലമായിട്ട് പറഞ്ഞാൽ വരുന്നൊരു നല്ല വാസനയുണ്ടെന്ന് അതിൻ്റെ അർത്ഥം. പക്ഷെ അങ്ങനെ ആവാനല്ല ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മുടെ തോട്ടത്തിൽ എപ്പോഴും എന്തായിരിക്കണം? ഏത് സാഹചര്യങ്ങളിലും, അനുകൂലവും പ്രതികൂലമായ സാഹചര്യങ്ങളിലും ക്രിസ്തുവിൻ്റെ വാസന, ക്രിസ്തുവിൻ്റെ സ്വഭാവമായിരിക്കണം ഉണ്ടായിരിക്കുന്നത്. അപ്പൊ അത് ഉണ്ടാക്കാനായിട്ട് ദൈവം എന്താ ചെയ്യുന്നത്? ഇപ്പം പൗലോസ് അപ്പോസ്തലനോടുള്ള ബന്ധത്തിൽ കൊരിന്ത്യ വിശ്വാസികൾ പൗലോസ് അപ്പോസ്തലന്റെ അപ്പോസ്തലത്തെയൊക്കെ ചോദ്യം ചെയ്യുന്നുണ്ട്. പക്ഷെ തൻ്റെ മറുപടി എന്തായിരുന്നു? നിങ്ങളോട് ജീവിക്കാനും മരിക്കാനും നിങ്ങളെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വെച്ചിരിക്കുന്നു. നിങ്ങൾ ഞങ്ങളോടുള്ള ബന്ധത്തിൽ ഇടുക്കമുള്ളവരാ, പക്ഷെ ഞങ്ങളുടെ ഹൃദയമോ നിങ്ങളോട് വിശാലമായിരിക്കും എന്ന് പറഞ്ഞാൽ തൻ്റെ അപ്പോസ്തലത്തെ ചോദ്യം ചെയ്യുകയും തന്നെ എതിർക്കുകയും അനുസരണക്കേട് കാണിക്കുകയും ചെയ്യുന്നവരോടുള്ള ബന്ധത്തിൽ അപ്പോസ്തലന്റെ ഹൃദയം എങ്ങനെയായിരുന്നു? ഇപ്പം നമ്മളും നമ്മുടെ ഹൃദയം വിശാലമാക്കുന്ന നിങ്ങളുടെ പ്രതികൂല സാഹചര്യങ്ങളിലാണ്. ഇപ്പം നമ്മളെ എതിർക്കുന്ന ഒരു സഹോദരൻ, നമ്മൾ പറയുന്നില്ല കുറ്റം പറയുന്ന ഒരു സഹോദരൻ, ആ ഒരു പരീക്ഷയുടെ മുമ്പിലാണ് എനിക്ക് ഹൃദയവിശാലത ഉണ്ടാകുന്നത്. എനിക്ക് അങ്ങനത്തെ സാഹചര്യം നേരിടേണ്ടി വന്നിട്ടില്ല, എൻ്റെ ഹൃദയം വിശാലമാകത്തില്ല.
അതിനുശേഷം പെട്ടെന്ന് ഞാൻ ഒരു സാഹചര്യത്തെ അഭിമുഖീകരിച്ചാൽ ഞാൻ വീണുപോകും. അപ്പൊ ഇതെല്ലാം ആത്യന്തികമായിട്ട് ദൈവം നമ്മുടെ നന്മയ്ക്കാ സംഭവിക്കും. നമുക്ക് അങ്ങനെ കാണാൻ കഴിയുന്നുണ്ട്. എല്ലാം നമ്മൾ പാടും ദോഷമായിട്ട് ഒന്നും എന്നോട് എൻ്റെ നാഥൻ ചെയ്യുകയില്ല. ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, ഞാൻ പറയാറുണ്ട്, നമ്മൾ ഭക്ഷണത്തിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ച് വായിലോട്ട് ഉപ്പില്ല. നമ്മുടെ പ്രതികരണം എങ്ങനെ? സ്തോത്രമാണോ കുറ്റപ്പെടുത്തലാണ്? നമ്മൾ പ്രാർത്ഥിച്ച് നന്ദിയൊക്കെ പറഞ്ഞതാണ്, പക്ഷെ അതൊക്കെ നമ്മൾ മറക്കും. എന്നിട്ട് നമ്മൾ കുറ്റം പറയും. അതിനകത്തും എന്തുണ്ട്? ദൈവം നന്മയ്ക്ക് വേണ്ടി ഒരു പ്രവൃത്തി ചെയ്യുന്നുണ്ട്. അത് എന്ത് പ്രവൃത്തിയാണ്? നമ്മുടെ വ്യക്തിത്വത്തിൽ, നമ്മുടെ ദേഹിയിലുള്ളൊരു ശുദ്ധീകരണം ആ തലത്തിൽ നടക്കുന്നത്. ഈ സത്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് നമ്മുടെ കണ്ണ് തുറക്കുന്നില്ലെങ്കിൽ, നമ്മുടെ കണ്ണ് തുറന്നാൽ ഇത് നമ്മുടെ ക്രിസ്തീയതം വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്, ഒരു ചലഞ്ചാണ് അത്. പക്ഷെ ഇത് കാണാൻ കഴിയുന്നില്ലെങ്കിൽ നമുക്കിത് ഭയങ്കര ഭാരമുള്ളവയാണ്. യോഹന്നാൻ 5:3-5 ഇങ്ങനെ പറയുന്നു, അവൻ്റെ കൽപ്പനകളൊന്നും ഭാരമുള്ളവയല്ല. പക്ഷെ നമുക്ക് അങ്ങനാണോ ഫീൽ ചെയ്യുന്നത്? ഞാൻ സഹോദരന്മാരോട് ചോദിക്കട്ടെ, കർത്താവിൻ്റെ ഒക്കെ പ്രധാനപ്പെട്ട ഒരു കൽപ്പന ഭർത്താക്കന്മാരോട്, ഭാര്യമാരെ സ്നേഹിപ്പിക്കുന്നവരോട് ഹൈപ്പായിരിക്കരുത് എന്നുള്ളത്. അത് ഭാരമുള്ള കൽപ്പനയാണോ, ഭാരം കുറഞ്ഞ കൽപ്പനയാണോ? നമുക്ക് എങ്ങനെയാ ഫീൽ ചെയ്യുന്നത്? നമ്മൾ ആത്മാവിന്റെ തലത്തിൽ നിൽക്കുമ്പോൾ ആ കൽപ്പനയ്ക്ക് ഒരു ഭാരമേ ഇല്ല. നമ്മുടെ സ്വയം കൊണ്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോഴോ ഇത് ഭയങ്കര ഭാരമുള്ളൊരു കാര്യമാണ്. നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നം ഇതാ. നമ്മൾ ആത്മാവിന്റെ തലത്തിൽ നിന്ന് ആത്മാവിനാലല്ല ഈ തലത്തിലൂടെ, ഈ വഴിയിലൂടെ നടക്കാൻ ശ്രമിക്കുന്നത്. പിന്നെ നമ്മളെങ്ങനാ ഈ വഴിയിൽ നമ്മുടെ സ്വയത്തിന്റെ ശക്തി കൊണ്ടാണ് നടക്കാൻ ശ്രമിക്കുന്നത്. നമ്മുടെ സ്വയത്തിന്റെ ശക്തി കൊണ്ട് നടക്കുന്ന ഒരു കാര്യമല്ല ഇത്. നമ്മുടെ സ്വയത്തിലല്ലേ, നമ്മുടെ ജഡത്തിൽ എന്തൊക്കെയേ ഉള്ളൂ? തിന്മ മാത്രമേ ഉള്ളൂ. നമുക്ക് കുറെ നേരം അത് പൊതിഞ്ഞു പിടിക്കാൻ പറ്റും. ഇപ്പം സഹോദരി ഒരേ തെറ്റ് ആവർത്തിക്കുമ്പോൾ 2, 3, 4, ചിലപ്പോൾ 5 വരെ നമ്മൾ മിണ്ടാണ്ടിരിക്കും. 6ാമതാകുമ്പോഴോ പൊട്ടിത്തെറിക്കും. ഞാൻ കുറെ ആയി മിണ്ടാണ്ടിരിക്കുന്നു, ഞാൻ കാണാഞ്ഞിട്ടൊന്നും അല്ല. അത് കാണിക്കുന്നത് എന്താ? നമ്മുടെ ഉള്ളിൽ ഈ വിശാലത വന്നിട്ടില്ല ഇതുവരെ. ദൈവം നമ്മുടെ ഉള്ളിൽ വരുത്താൻ ആഗ്രഹിക്കുന്ന ഒരു വിശാലതയുണ്ട്. അപ്പം ദൈവത്തെക്കുറിച്ചുള്ളൊരു കാര്യം മത്തായി സുവിശേഷം 5-ാം കർത്താവ് പറഞ്ഞു, അവൻ നീതിമാന്മാരുടെ മേലും നീതി കെട്ടവരുടെ മേലും തന്റെ മഴയെ പെയ്യ്ക്കുകയും സൂര്യനെ ഉദിപ്പിക്കുകയും. നമ്മളാണ് എന്ത് ചെയ്യും? നമ്മളാണെങ്കിൽ അങ്ങനെ ഉദിപ്പിക്കുകയോ മഴ പെയ്യ്ക്കില്ല? നമ്മൾ അവൻ്റെ എങ്ങും അതിനകത്ത് പോലും പെയ്യ്ക്കുകയില്ല. പക്ഷെ കർത്താവ് അങ്ങനെയല്ല. ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, ഇയ്യോബിന്റെ പുസ്തകത്തിലാണ് പറഞ്ഞിരിക്കുന്നത്, ദൈവോത്തരന്മാർ ദൈവസന്നിധിയിൽ നിൽക്കാൻ ചെന്നു, ആ കൂട്ടത്തിൽ ആരും ചെന്നു? സാത്താനും ചെന്നു. ആ ദൈവമക്കളെ കൂടെ ദൈവസന്നിധി നിൽക്കാൻ ചെന്ന് കൊടുത്ത് സാത്താനും. ദൈവം എന്നാ പറഞ്ഞേ? ആരോട് ചോദിച്ചിട്ട് ഇവിടെ കയറി പോടാന്നാണ് പറഞ്ഞത്? അല്ല, ചിന്തിച്ചു നോക്കി. കർത്താവ് അവനെ ഒരിക്കൽ വെട്ടി സ്വർഗത്തിൽ നിന്ന് താഴെ ഇട്ടതാ. അവന്റെ പരിപാടി, അവൻ ചതിയനാണ്, ഫോഷ്ക്ക് പറയുന്നവനാണ്, ദൈവനത്തെ വഞ്ചിക്കുന്നവനാണ്. അവൻ അവിടെ ചെല്ലുന്നതിന്റെ ഉദ്ദേശം എന്താ? ദൈവനത്തെ കുറ്റം പറയാൻ, അപാദം പറയാനാ. പക്ഷെ അപാദം പറയാൻ വരുന്നതിനോട് ദൈവത്തിന്റെ മനോഭാവം ഒന്ന് ചിന്തിച്ചു നോക്കിയേ, നമ്മുടെ മനോഭാവം ഒന്ന് ചിന്തിച്ചു നോക്കിയേ. അല്ലേ? നമുക്കത് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല, നമ്മൾ സഹിക്കത്തില്ല. നമ്മൾ പറയും 7 അയലത്ത് പോലും അടുത്തേക്കരുത്, സ്ഥലപ്പെട്ടോളാൻ പറയും. എന്തുകൊണ്ട്? അതിന്റെ കാരണം എന്താ? നമ്മൾ ഈ പറഞ്ഞ ഈ സ്വർഗീയ പിതാവിന്റെ ആ ഒരു സ്വരൂപത്തോടെ, അല്ലെ കർത്താവിന്റെ സ്വരൂപത്തോടെ അനുഭവപ്പെടുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ അനുഭവപ്പെടും തോറും നമ്മുടെ ഹൃദയം വിശാലതയാവും. നമ്മുടെ ശത്രുക്കളോട് പോലുള്ള നമ്മുടെ മനോഭാവം എന്തായിരിക്കും? അനുഗ്രഹത്തിന്റെ മനോഭാവമായിരിക്കും. നമ്മൾ ഒരിക്കലും തിന്മ ഇച്ഛിക്കത്തില്ല. ഒരു ശത്രു വീണ കാണുമ്പോൾ നമുക്ക് ദുഃഖമാണ് തോന്നുന്നത്. യഥാർത്ഥത്തിൽ ഹൃദയത്തിൽ രൂപാന്തരം സംഭവിച്ചിട്ടുണ്ടായാലും. അല്ലെങ്കിലോ? നമ്മൾ ഈ കഴിഞ്ഞ ദിവസം ഇങ്ങനെ വാർത്ത കേട്ടല്ലോ, സിറിയയിലെ റഷ്യയുടെ ആയുധത്താവളം ഉണ്ടായിരുന്നു. അവിടെ ഇറാൻ ഒത്തിരി ആയുധം കൊണ്ട് സംഭരിച്ചിട്ടുണ്ട്. ഇസ്രയേൽ അത് ബോംബിട്ട് തകർത്ത് കളഞ്ഞപ്പം നമ്മുടെ ഇപ്പൊ റഷ്യയായിട്ട് യുദ്ധം നടക്കുന്ന രാജ്യമുണ്ടല്ലോ, ഉക്രൈൻ ഒരു പടക്കം പൊട്ടിച്ച് ആഹ്ലാദിച്ചെന്നാ പറഞ്ഞു, ഇവർക്കിട്ട് അടി കിട്ടിയത്. ഈ ആയുധപ്പര തകർന്നപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ പല അയലോക്കാരോടുള്ള ബന്ധത്തിൽ, നമ്മുടെ ബന്ധുക്കളോടുള്ള ബന്ധത്തിൽ നമ്മുടെ മനോഭാവം എങ്ങനെ? അവർക്കൊരു വീഴ്ച പറ്റി, അവർ പരാജയത്തിലായി, ഒരു പ്രശ്നത്തിലൊക്കെ കടന്നുപോയപ്പോ നമുക്ക് സങ്കടമാണോ സന്തോഷമാണോ? കർത്താവിന്റെ സ്വരൂപത്തിലോട്ട് അനുഭവപ്പെടുന്നൊരു വഴിയിലാണെങ്കിൽ നമ്മൾ ദുഃഖിക്കുക ചെയ്യാം. അവർക്ക് വേണ്ടി കർത്താവിനോട്
പ്രാർത്ഥിക്കും. അല്ലെങ്കിലോ പുറമേ ഒന്നും പറഞ്ഞില്ലെങ്കിലും അശ്വ എന്നൊക്കെ പറഞ്ഞാൽ ഉള്ളിൽ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. ഒരു കുഴപ്പമില്ല, ഇത്രയും വന്നാൽ മതിയായിരുന്നു, പോരായിരുന്നു, കുറച്ചുകൂടെ വരണമായിരുന്നു. ഞാൻ പലപ്പോഴും അത് കുടുംബജീവിതത്തിലും കണ്ടിട്ടുണ്ട്. ഭാര്യ-ഭർതൃബന്ധത്തിൽ, ഭാര്യയുടെ വീഴ്ചയോടുള്ള ബന്ധത്തിൽ പുറമേ പറഞ്ഞാൽ ഉള്ളിൽ ഒരു കുഴപ്പമില്ല, അങ്ങനെ വരണമായിരുന്നു ചിന്തിക്കുന്ന മനോഭാവം. നമ്മൾ എത്രയോ കുറവുള്ളവരാണെന്ന് ഇതൊക്കെ കാണിക്കുന്നത്. അല്ലെ, ഭാര്യയുടെ ഒരു വീഴ്ചയിൽ നമുക്ക് ദുഃഖവും നെടുവീർപ്പുമാണോ സന്തോഷമാണോ തോന്നുന്നത്? നമ്മളോട് പറയുന്നു, കരയുന്നവരോടുകൂടെ കരയും, സന്തോഷിക്കുന്നവരോടുകൂടെ. അതെങ്ങനെയാ സംഭവിക്കുന്നത്? നമ്മുടെ ഹൃദയത്തിൽ വരുന്ന രൂപാന്തരത്തിന്റെ അനന്തരഫലമാണ്, നമ്മുടെ തോട്ടത്തിൽ വരുന്ന ശുദ്ധീകരണത്തിന്റെ അനന്തരഫലമാണ്. അത് ഏത് കാറ്റടിച്ചാലും അവിടുന്ന് എന്തേ വരത്തുള്ളൂ? ഈ സുഗന്ധത്തിന്റെ വാസന. സന്തോഷിക്കുന്നവരെ കാണുമ്പോൾ ചിന്തിച്ചു നോക്കിയാൽ നമ്മുടെ ഒരു വ്യക്തിത്വത്തിൽ ദൈവം വരുന്ന രൂപാന്തരം. കരയുന്നവരെ കാണുമ്പോൾ നമുക്കും അവരോടുകൂടെ കരയാൻ പറ്റുക. ഇപ്പുറത്ത് വരുമ്പോൾ ഒരാൾ സന്തോഷിക്കുന്നത് കാണുന്നു, നമ്മളും അവരോടുകൂടെ സന്തോഷിക്കുന്നു. അപ്പോസ്തലൻ പൗലോസ് ഇങ്ങനെ പറഞ്ഞു, എന്നെ ശക്തനാകുന്ന മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാ. അപ്പൊ സഹോദരന്മാരെ, നമ്മുടെ കർത്താവ് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ പ്രവൃത്തി ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഞാനിങ്ങനെ ചിന്തിക്കായിരുന്നു, ഈ ഒരു പ്രവൃത്തി നമ്മൾ നടക്കുമ്പം നമ്മുടെ സഭായോഗങ്ങൾ ഭയങ്കര സന്തോഷമായി തീരും. എന്ന് പറഞ്ഞാൽ തമ്മി കാണുന്നത് തന്നെ എന്തായിരിക്കും? ഭയങ്കര സന്തോഷമായിരിക്കും. എന്തുകൊണ്ടാ അത്? ഉദാഹരണം പറയാം, നമ്മുടെ കുടുംബത്തിൽ ഒരു കുഞ്ഞ് പിറന്നു, പുതിയൊരു കുഞ്ഞ്. ആ കുഞ്ഞിനെ കാണുന്ന നമുക്ക് സന്തോഷമാണോ ദുഃഖമാണോ? അതിനെ കാണാൻ നമ്മുടെ ഉള്ളത് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? തുടിച്ചു. ഇപ്പം നമ്മുടെ പ്രത്യേകിച്ചും ഞങ്ങൾ വല്യപ്പന്മാരാണ്, കൊച്ചുമക്കളോടുള്ള ബന്ധത്തിൽ ഒരു ഭയങ്കര താല്പര്യമായിരിക്കും അവരെ കാണാൻ. എന്ന് പറഞ്ഞതുപോലെ ദൈവം കൂട്ടിച്ചേർക്കുന്ന സഹോദരന്മാരോടുള്ള ബന്ധത്തിൽ അങ്ങനത്തെ ഒരു തുടിപ്പ് നമ്മുടെ ഉള്ളിൽ വരും, പരസ്പരം കാണാൻ. ഞാൻ ഓർക്കുകയായിരുന്നു, ഞാൻ പറഞ്ഞല്ലോ അന്ന് പെന്തക്കോസ്തിലായിരുന്ന സമയത്ത് ഈ ഗ്രൂപ്പ് വളരെ സ്ട്രോങ് ആയിരുന്ന സമയത്ത് ഞാൻ IPCയിലാണ് പോയിക്കൊണ്ടിരുന്നത്. IPCയിലെ പാസ്റ്റർ ഈ ഭാഗത്തിൽ നിന്നും കണ്ട ഒരു പ്രവാചകനെ വിളിച്ചു വരുത്തി. യോവേൽ പ്രവാചകൻ, ഇവരുടെ പേരെങ്ങനായിരുന്നു. അപ്പൊ ഞങ്ങളന്നിങ്ങനെ ഇങ്ങനെ വട്ടം കൂടിയായിരിക്കുക, ഇങ്ങനെ വട്ടത്തിലിരിക്കുന്നതാണ് ഈ ഫെലോഷിപ്പ് യൂത്തിന്റെ. അപ്പം ഇങ്ങനെ വട്ടം ഇരിക്കുമ്പം ഞങ്ങളെല്ലാം ഇരുന്ന് പ്രാർത്ഥനയൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ പാസ്റ്റർ പ്രവാചകനുമായിട്ട് വന്നേ. അങ്ങനെ അവരും വന്നിരുന്നു. ഞങ്ങളൊക്കെ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് പ്രവാചകനും പ്രാർത്ഥിച്ചു. അത് പുള്ളി പറഞ്ഞു, നിങ്ങളുടെ പാസ്റ്ററിനെ വിളിച്ചോടും വന്നത് ഇത് കലക്കണമെന്ന് പറയാനാ, ഈ ഗ്രൂപ്പ് കലക്കണമെന്ന് പറയാനാ. പക്ഷേ ദൈവം എന്നോട് പറയുന്നു, ഇത് അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗ്രൂപ്പാ, ഇത് അനുഗ്രഹിക്കപ്പെടും. അത് പുള്ളി എഴുന്നേറ്റ് വന്നിട്ട് തലയെ കൈവച്ചിട്ട് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ഈ ഗ്രൂപ്പ് ഈ ദേശത്തൊരു അത്ഭുതമായിട്ട് വളരും. നിങ്ങൾ തമ്മി കാണുമ്പോൾ നിങ്ങൾക്ക് വിടുതലുണ്ടാവും. നിങ്ങൾ തമ്മി കണ്ടാൽ മതി, നിങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര അനുഗ്രഹമായിരിക്കും. പാസ്റ്റർ പുള്ളിയോട് ചോദിച്ചു, ഇതിനാണോ ഞാൻ തന്നെ വിളിച്ചോണ്ട്? അന്ന് ഈ ഭയങ്കര എതിർപ്പുള്ള നടുവിൽ ഞങ്ങൾ വളരെ ഞെരുക്കത്തിലും ഭയത്തിലും ആയിരിക്കും സമയത്താ. അതൊരു ഭയങ്കര ഉത്സാഹമായിരുന്നു എനിക്ക്. അപ്പം പുള്ളി പാസ്റ്ററോട് പറഞ്ഞു, വിലയാൻ പറഞ്ഞ പോലെ ദൈവം പറയുന്നതല്ലാണ്ട് എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല. ഇത് ദൈവം അനുഗ്രഹിച്ച ഗ്രൂപ്പാ, ഇതിനെ തകർക്കാൻ ആർക്കും പറ്റത്തില്ല. എനിക്ക് തോന്നുന്നു ഒരു 85-86 കാലഘട്ടത്തിലായി നടന്നത്. ഈ നീണ്ട വർഷങ്ങൾക്ക് ശേഷം 2004 നിൽക്കുമ്പോൾ നെല്ലിപ്പോയില്ല അത്ഭുതം ഞാൻ കാണുന്നുണ്ട്. ദൈവം ചെയ്യുന്നൊരു പ്രവൃത്തി, ദൈവം നമ്മുടെ ഇടയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രവൃത്തി ഇതാണ്. സഹോദരന്മാരുള്ള ബന്ധത്തിൽ കാണാൻ ഇരിക്കാൻ പറ്റാത്തൊരു മനോഭാവം. അവരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഹൃദയത്തിലൊരു തുടിപ്പും സന്തോഷവും ഉത്സാഹവും. ഇന്ന് നമുക്കതുണ്ടോ? പക്ഷെ ദൈവം ആ ഒരു പ്രവൃത്തി ചെയ്യാനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ദൈവം അത് ചെയ്യും, അതാ എൻ്റെ സത്യം. അപ്പം ഒരു 20 കിലോമീറ്റർ അകലേന്ന് വരുന്നൊരു സഹോദരനുണ്ട്. അപ്പം പുള്ളി ഇങ്ങനെ മീറ്റിങ്ങിന് ശേഷം പറഞ്ഞു, ഭയങ്കര ദൂരമാണെന്ന് പറഞ്ഞു. അപ്പൊ ഈ സഹോദരൻ പറഞ്ഞു, സഹോദരൻ എത്ര കിലോമീറ്റർ അകലെന്നാ വരുന്നത്? 20. ഞാൻ 140 കിലോമീറ്റർ അകലെന്നാ വരുന്നത്. എനിക്കിതൊരു ദൂരമല്ല, എനിക്കിത് വളരെ അടുത്തായിട്ടാണ് തോന്നുന്നത്. പിന്നെ സഹോദരൻ്റെ ആഗ്രഹം തോന്നുന്നുണ്ട്. എന്താ അതിന്റെ കാരണം? നമ്മുടെ ഹൃദയങ്ങൾ പണിയപ്പെടുന്നില്ല. ഹൃദയങ്ങൾ പണിയപ്പെടുകയാണേല് നമുക്കിത് ഒരു ദൂരമായിട്ട് തോന്നത്തില്ല. ഈ കൂടിവരവ് അതുപോലെ ഞാൻ ഓർക്കായിരുന്നു, ഇപ്പം ഒരു സമയത്ത് ഒരു 12:30 മീറ്റിംഗ് കഴിയുന്നുണ്ട് എല്ലാവരും സ്ഥലം വിടുക.
ഇപ്പൊ 3 മണിയായാലും ആരും പോവുകയില്ല. മീറ്റിംഗ് കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് എന്നാലും ആരും പോകത്തില്ല. പിന്നെ ഇങ്ങനെ നിന്ന് കൂട്ടായ്മയൊക്കെ ആചരിച്ച് വിഷമത്തോടെ എല്ലാവരും പിരിഞ്ഞു പോകുന്നത്. ദൈവം അങ്ങനത്തെ ഒരു പണി, ഒരു ശരീരമായിട്ട് തീർക്കുന്ന ഒരു പണിയാണ് നമ്മൾ ഉള്ളിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. പരസ്പരം കരുതുന്ന, ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന, വേദനകളിൽ അവരോടൊപ്പം വേദനിക്കുകയും സന്തോഷങ്ങളിൽ സന്തോഷിക്കുകയും ഒരു ശരീരമായി തീരുന്നൊരവസ്ഥ. ഒരവയവത്തിന് മാനം വന്നാൽ ആ ശരീരത്തിന് മൊത്തം, ഒരവയവത്തിന് വേദന വന്നാലോ മൊത്തമാണ് വേദനിക്കുന്നത്. അങ്ങനെ ഒരു പണിയാണ് നമ്മൾ ഉള്ളിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ആ പണിയാണ് കർത്താവ് അതിനെക്കുറിച്ചാണ് പറഞ്ഞത്. നിങ്ങൾ അന്യോന്യം സ്നേഹിക്കുന്നതിനാൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് ലോകം അറിയും. ഈ കോട്ടയത്തോടുള്ള ബന്ധത്തിൽ ഈ ഒരു കൂട്ടായ്മയിൽ നമ്മൾ വർദ്ധിച്ചു വരുന്ന അനുസരിച്ചാണ് ഈ പ്രദേശത്ത് നമ്മളൊരു വെളിച്ചമായിട്ട് തീരുന്നത്. നമ്മുടെ സഹോദരന്മാരുടെ കുറ്റം നമ്മുടെ കുറ്റമായിട്ട് ഏറ്റെടുക്കുന്നിടത്ത്, അവരുടെ വീഴ്ചകൾ നമ്മുടെ വീഴ്ചകളായിട്ട് ഏറ്റെടുക്കുന്നിടത്ത്, അവരുടെ പരാജയങ്ങൾ നമ്മുടെ പരാജയങ്ങളായിട്ട് ഏറ്റെടുക്കുന്നിടത്ത്, നമ്മൾ പരാജയപ്പെടുമ്പോൾ നമ്മളോട് തന്നെ എന്താ പറയുക? നമ്മൾ ആശ്വസിപ്പിക്കുക ചെയ്യുക, അല്ലേ? പ്രത്യാശ ഏറ്റു പറഞ്ഞ് നമ്മളെ തന്നെ ആശ്വസിപ്പിക്കുക ചെയ്യുക. പക്ഷെ മറ്റുള്ളവരോടുള്ള ബന്ധത്തിൽ നമ്മൾ അങ്ങനെ ആണോ? നമ്മൾ അങ്ങനെ ആയിത്തീരാനാ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. തൻ്റെ വചനത്തിലൂടെയും തൻ്റെ പരിശുദ്ധാത്മാവിലൂടെയും ദൈവം നമ്മൾ അതാ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഈ അന്ത്യ കാലഘട്ടത്തിൽ നമ്മളോട് പറയുന്നു, സഭയങ്ങളെ ഉപേക്ഷിക്കാതെ എന്ത് ചെയ്യാനാ പറയുന്നത്? നാൾ സമീപിക്കുന്ന കാണുന്തോറും അത് അധികമായി ചെയ്യുവീൻ എന്ന് പറഞ്ഞാൽ ഈ കൂട്ടായ്മകൾ വർദ്ധിച്ചു വരണം. ദൈവ പണി ചെയ്യുമ്പോഴാണ് സംഭവിക്കുന്നത്. അപ്പൊ ആ നിലയിൽ നമ്മളെ പണിത് ഈ ദേശത്തിനൊരു വെളിച്ചമായിട്ട് അനേകർക്കൊരു വെല്ലുവിളിയായി തീർക്കാനായിട്ടാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇപ്പം ഈ കഴിഞ്ഞ ആഴ്ച തൊട്ട് ചുരുളിൽ തന്നെ വേറൊരു സഹോദരൻ കടന്നു വരാൻ ഇടയായി തീർന്നു. ഈ 140 കിലോമീറ്റർ അകലെ. അപ്പൊ ആ സഹോദരൻ മീറ്റിംഗ് കഴിഞ്ഞപ്പം എഴുന്നേറ്റ് പറഞ്ഞു, ഇനി ഞാൻ വേറെങ്ങും പോകുന്നില്ല, ഇങ്ങോട്ടേ വരുന്നുള്ളൂ പറഞ്ഞു. മറ്റൊന്നും അല്ലത്, ദൈവസ്നേഹം നമ്മുടെ ഉള്ളിൽ ചെയ്യുന്ന ഒരു പ്രവൃത്തി. അതിനാലാണ് മറ്റുള്ളവർ നമ്മളോട് ചേർന്ന് വരാനിടയായി തീരുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇടയിൽ വരുന്നവര് കർത്താവിൻ്റെ അടുക്കൽ നസറത്തിൽ നിന്ന് വല്ല നന്മയും വരുമെന്ന് നഥാനിയേൽ ചോദിച്ചു. അതിന് മറുപടി എന്തായിരുന്നു? വന്ന് കാൺമീൻ. ഇല്ല, ആ രാത്രി കർത്താവിനോടുകൂടെ താമസിച്ചു. പിറ്റേ ദിവസം പുള്ളി പോയിട്ട് എന്താ പറഞ്ഞത്? ഞാൻ മശിഹായെ കണ്ടെത്തി. അപ്പം നമ്മളും ചെയ്യുന്നൊരു പ്രവൃത്തി അതാണ്, ക്രിസ്തുവിൻ്റെ ശരീരം പണിയുന്ന ഒരു പ്രവൃത്തി. നമ്മുടെ ഇടയ്ക്ക് വരുന്ന ഒരു കർത്താവിനെ കാണേണ്ടത്. കർത്താവിൻ്റെ സ്നേഹം, കർത്താവിൻ്റെ ക്ഷമ, താഴ്മ, സൗമ്യത, വിധിക്കാത്ത മനോഭാവം, കരുണ കാണിക്കുന്ന മനോഭാവം, ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് കാണേണ്ടത്. അത് കണ്ടിട്ടാണ് മറ്റുള്ളവരെ ചേർന്ന് വരാനായിട്ട് ഇടയായി തീരേണ്ടത്. അതിനു വേണ്ടിയിട്ടാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ, അവനത് നിവർത്തിക്കും. കർത്താവ് അത് ചെയ്യും. എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റും. കർത്താവ് നമ്മുടെ ചുരുങ്ങിയ സഭകളായിട്ടേ നമ്മളെ വിളിച്ചിട്ടുള്ളൂ. പക്ഷെ നമ്മൾ ഈ ഒരു പ്രവൃത്തി ചെയ്യാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഒരു വലിയ എണ്ണം നമ്മളില്ല. വളരെ യാക്കോബ് പറഞ്ഞ പോലെ ഒരു കയ്യിൽ ആളിൽ ചുരുങ്ങിയവരാ നമ്മൾ. പക്ഷെ ദൈവത്തിന് അതൊരു പ്രശ്നമുള്ളൊരു കാര്യമല്ല. ദൈവത്തിന് അല്പം കൊണ്ടും അധികം കൊണ്ടും പ്രവർത്തിക്കാൻ കഴിയും. നമ്മൾ ഏതളവിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറുണ്ട് ഈ ഒരു ജീവിതത്തിന് വേണ്ടിയിട്ട്. തകർക്കപ്പെടാൻ, നുറുക്കപ്പെടാൻ, അപമാനിക്കപ്പെടാൻ. ഒരു വാക്യം കൂടെ 2 കൊരിന്ത്യർ 10-ാം അധ്യായത്തില് അപ്പോസ്തലൻ പൗലോസ് പരിശുദ്ധാത്മ ശക്തി തന്നിൽ വസിക്കേണ്ടതിന് താൻ ചെയ്യുന്നൊരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. 2 കൊരിന്ത്യർ 10-ാം അധ്യായം 11-ാമത്തെ വാക്യം, 11:10 അല്ല 12:9 മുതലുള്ള വാക്യങ്ങളാണ്. 2 കൊരിന്ത്യർ 12:9 അതിങ്ങനെ വായിക്കുന്നു. അവൻ എന്നോട് എൻ്റെ കൃപ നിനക്കും അത് എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നതെന്ന് പറഞ്ഞു. ആകയാൽ ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതയിൽ പ്രശംസിക്കുക. അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം എന്നിവ സഹിപ്പാൻ ഇഷ്ടപ്പെടുന്നു. ബുദ്ധിമുട്ട് സഹിപ്പാൻ ഇഷ്ടപ്പെടുന്നു. ബലഹീനത, കയ്യേറ്റം, ഇതൊക്കെ സഹിക്കാൻ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്തിനു വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്? ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ
ആവസിക്കേണ്ടതിന്. ഈ ബലഹീനതയിലാണ് അവന്റെ ശക്തി തികഞ്ഞു വരുന്നത്. അതുകൊണ്ട് ഞാൻ ബലഹീനതയിലും പ്രശംസിക്കുന്നു. അതെല്ലാം സഹിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. ഭാര്യയുടെ മുമ്പിൽ ഭർത്താവ് എന്നുള്ളതിൽ ബലഹീനാകാൻ നമുക്ക് മനസ്സുണ്ടോ? കർത്താവിന്റെ ശക്തി നമ്മുടെ മേൽ ആവസിക്കും. നമ്മൾ ബലഹീനാകാൻ താല്പര്യപ്പെടുന്നില്ലെങ്കിൽ ദൈവത്തിന്റെ ശക്തി നമ്മുടെ മേൽ ആവസിക്കത്തില്ല. ഞെരുക്കം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഇതൊക്കെ സഹിക്കാൻ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറുണ്ടെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ ശക്തി അവിടെ ആവസിക്കത്തുള്ളൂ. ചെറുതാകാൻ, അപമാനിക്കപ്പെടാൻ, നിന്ദിക്കപ്പെടാൻ, പരിഹസിക്കപ്പെടാൻ, ഒറ്റപ്പെടുത്തപ്പെടാൻ, എല്ലാവരാലും കൈവിടപ്പെടപ്പെടാൻ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നിടത്താണ്, അവിടെയാണ് ദൈവത്തിന്റെ ശക്തി തികഞ്ഞു വരുന്നത്. നമ്മുടെ മേൽ ആവസിക്കുന്ന അവിടെ അതാ പറഞ്ഞിരിക്കുന്നത്. ക്രിസ്തുവിന്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന്. ആവസിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വന്ന് വസിക്കുക എന്നുള്ളതാണ്. നമ്മളിൽ സ്ഥിരമായിട്ട് വസിക്കുക എന്നുള്ളതാണ്. എവിടെ അത് വസിക്കുന്നത്? ഈ ബലഹീനതയുടെ, ഉപദ്രവത്തിന്റെ, നിന്ദയുടെ, പഴിയുടെ. അതിനുവേണ്ടി അപ്പോസ്തലൻ പറയാം, അതുകൊണ്ട് ഇതെല്ലാം സഹിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നതിന്റെ കാരണം എന്താ? അങ്ങനെ സഹിക്കുന്ന വഴി ക്രിസ്തുവിന്റെ ശക്തി എൻ്റെ മേൽ എപ്പോഴും വസിച്ചുകൊണ്ടിരിക്കും. ഈ ഒരു വിളിയാണ് നമുക്കുള്ളത്. അതുകൊണ്ട് നമുക്ക് നമ്മളെ തന്നെ ഈ ഒരു തകർച്ചയ്ക്കും നുറുക്കത്തിനും അപമാനത്തിനും നിന്ദയ്ക്കും ഒക്കെ ആയിട്ട് സ്വരസ്വരന്മാർ ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവ് ഒരു പ്രവൃത്തി ചെയ്ത് നമ്മളെ കൂടുതൽ പണിത് ഒരു ശരീരമാക്കി കർത്താവിന്റെ നാമം മഹത്വപ്പെടുത്തും. നമ്മളെ കാണുന്നവര് കർത്താവിനെ കാണാനായിട്ടും കർത്താവിനെ മഹത്വപ്പെടുത്താനായിട്ട് ഇടവരും. അതിനായിട്ട് കർത്താവ് കൃപ നൽകട്ടെ. ആമേൻ.